അൽഹംദുലില്ലാ. നമ്മുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരടിമയ്ക്ക് ഉടമയോടുള്ള പ്രാർത്ഥനയും ആത്മസമർപ്പണവുമാണ് നിസ്കാരം എന്ന വിഷയത്തെക്കുറിച്ചാണല്ലേ. നമ്മുടെ നിസ്കാരം പോരായ്മകളിൽ നിന്ന് മുക്തമാണോ? നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ടല്ലേ. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നന്നായി തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണല്ലേ. നിസ്കാരം എന്നത് ഒരു മുഅ്മിനിന്റെ നാളത്തെ സ്വർഗത്തിന്റെ താക്കോലാണ്. ഈ താക്കോൽ കരസ്ഥമാക്കണമെങ്കിൽ നിസ്കാരം അതിന്റെ പരിപൂർണതയിൽ എത്തിക്കണം. സ്വർണ്ണമുരച്ച് മാറ്റുകൂട്ടുന്നത് പോലെ നമ്മുടെ നിസ്കാരത്തെ പാകപ്പിഴവുകൾ നീക്കി പത്തരമാറ്റാക്കണമെങ്കിൽ നമ്മുടെ നാഫിയായ ഇൽമ് കരസ്ഥമാക്കിയ ഒരു ഉസ്താദിന്റെ ശിക്ഷണം നമ്മൾക്ക് ആവശ്യമാണ്. അതിനായി നമുക്ക് ക്ലാസ് എടുത്തു തരുവാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട നവാസിൻ ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡായ അബ്ദുസ്സലാം സക്കാഫി പുൽപ്പറ്റ ഉസ്താദിനെ ഈ ഒരു അവസരത്തിൽ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഇത്രയേറെ മനോഹരമാക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടല്ലേ. അതില് നമ്മുടെ CMO, CSDO, SDO, SO എന്നീ ഏരിയയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മിസ്മാരെയും മറ്റ് സ്റ്റാഫ് അംഗങ്ങളെയും നമ്മുടെ സഹപ്രവർത്തകരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളെയെല്ലാം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരിയായ നഫീസത്ത് മിസ്സിനെയും ഈ ഒരു അവസരത്തിൽ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രോഗ്രാം വീക്ഷിക്കാനെത്തിയ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ മൈക്ക് ഉസ്താദിന് കൈമാറുന്നു. വെൽക്കം ഉസ്താദ്. ഉസ്താദ് ഉണ്ടല്ലോ മിസ്സേ? السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടു ലോകത്തും സന്തോഷം നൽകി ഈ ലോകത്തോട് വിട പറയുന്ന സമയം ഈമാനോടുകൂടെ വിട പറയാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ആമുഖങ്ങളില്ലാണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ ശബ്ദം ക്ലിയർ ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, ശുക്രാൻ. അൽഹംദുലില്ലാ. നമ്മുടെ ഈ ക്ലാസ് വീക്ഷിക്കാൻ എത്തിയ കൂട്ടുകാരെ വളരെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് നമ്മുടെ മിസ് നമ്മുടെ ഈ പ്രോഗ്രാമില് എന്താണ് വീക്ഷിക്കാൻ ശ്രവിക്കാൻ പോകുന്നത് എന്ന് വളരെ കൃത്യമായി അവര് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇൻഷാ അല്ലാഹ് വളരെ കുറഞ്ഞ സമയം നമ്മൾ ഇവിടെ ചെലവഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആളുകളൊക്കെ എത്തി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമല്ല. എല്ലാവരുടെയും സമയം വളരെ പ്രധാനപ്പെട്ടതാണ്, വിലയുള്ളതാണ് എന്ന് അറിയുന്നത് കൊണ്ട് നമ്മൾ നേരെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന വിശ്വാസികള് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ എല്ലാം നമ്മെ പടച്ചു പരിപാലിക്കുന്ന റബ്ബിന് സമർപ്പണം ചെയ്തവരാണ് എന്ന ബോധ്യത്തോടെയാണ് ഞാനിത് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബോധപൂർവം പറഞ്ഞത് തന്നെയാണ്. അതല്ലാണ്ട് ഒരു ഭംഗിവാക്കിന് വേണ്ടിയോ നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയോ പറഞ്ഞതല്ല. അതങ്ങനെ ബോധപൂർവം പറഞ്ഞത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് കഴിയുമ്പോഴേക്ക് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും നമ്മുടെ എല്ലാം റബ്ബിന് സമർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തണം. അതല്ലെങ്കിൽ നമ്മളങ്ങനെ സമർപ്പിക്കുന്നുണ്ട് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്തേക്ക് അള്ളാഹു പറഞ്ഞയച്ചത് എന്തിനാണ് എന്ന ചോദ്യം
ഞാൻ ഇവിടെ ചോദിച്ചാല് അതിന്റെ ഉത്തരം എല്ലാവരും പറയും അല്ലേ? പല ഉത്തരങ്ങളും പറഞ്ഞേക്കാം. പക്ഷെ എല്ലാ ഉത്തരങ്ങളുടെയും ആത്യന്തികമായി ഒരു വിഷയത്തിലേക്ക് അത് ചുരുങ്ങിക്കൂടും എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വെച്ചത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ഭൂതവർഗത്തെയും അള്ളാഹു പടച്ചത് അവന് ആരാധന അർപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോ ഒരു ദിവസം അള്ളാഹു നമുക്ക് നൽകിയത് 24 മണിക്കൂറാണ് അല്ലേ? 24 മണിക്കൂറാണ്. 24 മണിക്കൂർ പൂർത്തിയാകുമ്പോ ഒരു ദിവസം പൂർത്തിയാകും. 7 ദിവസം പൂർത്തിയാകുമ്പം ഒരാഴ്ചയായി മാറും. 4 ആഴ്ചകളിൽ ഒരു മാസമായി. 12 മാസങ്ങളിൽ ഒരു കൊല്ലായി. ഇതൊന്നും നമ്മൾ മണിക്കൂറിലേക്കൊന്നും ചുരുക്കിയാൽ വളരെ കുറച്ചേ ഉള്ളൂ. എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത് വളരെ കുറഞ്ഞ കാലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മാ ബൈന സിത്തീന വസബഈന. എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-70 ഇടയിലാണ്. അതിന്റെ മുകളിലേക്ക് കയറുന്നത് വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ അല്ലേ? 60-70 മുകളിലേക്ക് കയറിയ ആളുകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഏകദേശം ആളുകളൊക്കെ 60-70 ഇടയിൽ വാർദ്ധക്യം എത്തി മരണപ്പെട്ടു പോകാറാണ് പതിവ്. നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന വർഷങ്ങളുടെ അളവ് നോക്കിങ്ങള് വളരെ കുറഞ്ഞ കാലം. ഈ കുറഞ്ഞ കാലത്തിൽ നിന്ന് നമ്മൾ സമ്പാദിക്കേണ്ടത് അറ്റമില്ലാത്ത ഒരു ലോകത്തേക്കാണ്. അതിന് ചെറിയൊരു ചിത്രം ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്തുനിന്ന് മരണപ്പെട്ടാല് അദ്ദേഹം നേരെ ഖബറിലേക്കാണ് പോകുന്നത് അല്ലേ? ഒരു ഖബറിൽ ഒരു മനുഷ്യൻ എത്ര കാലം കിടക്കേണ്ടത്? അള്ളാഹു വേലോ. ചുരുക്കി നമുക്ക് പറയാം ഇലാ യൗമിൽ ഖിയാമ, ഖിയാമ നാൾ വരെ. ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ സ്വഹാബത്ത് ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 10-14 നൂറ്റാണ്ടായിരുന്നു അല്ലേ? 1400 കൊല്ലായി. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അവിടെ നിന്ന് ഇവിടെ നോക്കി നിങ്ങൾ, ഒരു മനുഷ്യൻ ഖബറിൽ കിടക്കാൻ തുടങ്ങി എത്ര കൊല്ലായി? നമ്മള് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധിയും തരണം ചെയ്തിട്ടുണ്ട്. പല പ്രതിസന്ധിയും നമ്മുടെ മുമ്പിൽ വന്ന് എത്തുന്ന സമയം നമ്മുടെ കൂട്ടത്തിൽ പലരും പറയും ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു പഠിച്ചോനെ, ഇതൊന്നും അനുഭവിക്കേണ്ടില്ലായിരുന്നു. അങ്ങനെ ചിന്തിച്ച എത്രയോ ആളുകള് ഈ ഭൂമി ലോകത്തുണ്ട്. അതിൽ നിന്ന് കുറച്ച് ആളുകളൊക്കെ എൻ്റെ മുമ്പിൽ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എവിടുന്നാ നമ്മളിത് ചിന്തിച്ചത്? ഈ ഭൂമി ലോകത്തുനിന്ന്. എന്താ പ്രശ്നം? ഒരു തലവേദന, അതല്ലെങ്കിൽ തൻ്റെ അയൽവാസിയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പിണക്കം. അപ്പോഴേക്ക് നമ്മൾ തലയിൽ കൈവച്ചിട്ട് പറയാ പഠിച്ചോനെ ഞാനൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ പ്രയാസം അനുഭവിക്കാനും സഹിക്കാനും മനസ്സ് പ്രാപ്തമല്ല. അതല്ലെങ്കിൽ വന്നുപെട്ട പ്രശ്നത്തെ തരണം ചെയ്യാൻ നമ്മൾ പ്രാപ്തരല്ല അല്ലേ? അപ്പൊ നമ്മൾ നോക്കിയ ഈ ഭൂമി ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് 10-60 കൊല്ലം ഏറിപ്പോയാല് 10-60 കൊല്ലം. എന്നാ ഇനി ഖബറിലേക്ക് പോയാലോ? ഖിയാമത്ത് നാൾ വരെ പോകണ്ടേ? ഖിയാമത്ത് നാൾ എന്നാ? നമുക്കാർക്കും ഒരു പിടുത്തവുമില്ല. നമുക്കാർക്കെങ്കിലും അറിയോ ഖിയാമത്ത് നാൾ എന്നാന്ന്? ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങള് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി തന്നിട്ടുണ്ട്. അതിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന അടയാളങ്ങളൊക്കെ ഇന്ന് ലോകത്ത് സുലഭമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അടയാളങ്ങളൊക്കെ ഇനി വളരെ സൂര്യപ്രകാശം പോലെ നമ്മുടെ മുമ്പിൽ കിടന്ന് കളിക്കും. പിന്നെ മുത്തുനബി പറയുന്ന പ്രധാനപ്പെട്ട അടയാളങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു അടയാളാണ് സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ചുയർന്ന് പടിഞ്ഞാറ് പോയി അസ്തമിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന ഒരു ഘട്ടം വരുന്ന.
ഈ പടിഞ്ഞാറുന്ന് ഉദിച്ചു കഴിഞ്ഞാല് പിന്നെ ലോകത്ത് ഒരു മനുഷ്യന്റെയും തൗബ അള്ളാഹു സ്വീകരിക്കൂല. അപ്പൊ ഈ സൂര്യൻ ഉദിച്ചിട്ട് പിന്നെ എത്ര കാലം അത് ഇവിടെ ഉണ്ടാകുക? അള്ളാഹു ആലം. സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിച്ചാൽ അന്ന് തന്നെ ഖിയാമത്ത് നാളാകും എന്നൊന്നും ഹദീസിലൊന്നുമില്ല. അത് എത്ര കാലമാണ് പിന്നെ ആ ചക്രം കറങ്ങുന്നത് എന്ന് അള്ളാഹു ആലം. എന്തായാലും ശരി, ഒരു അന്ത്യം ഈ പ്രപഞ്ചത്തിനുണ്ട്. ആ അന്ത്യം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഹദീസൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു 10-40 കൊല്ലം പിന്നെ അങ്ങനെ കിടക്കും. 40 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതും എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. അത് എന്താണ് എന്നൊന്നും ഇപ്പൊ ഇവിടെ വിശദീകരിക്കാനുള്ള സമയമില്ല. നിങ്ങൾ നോക്കിയേ, അപ്പം ഈ ഭൂമി ലോകത്ത് ജനിച്ചു വളർന്ന, അതല്ലെങ്കിൽ ഈ ഭൂമി ലോകത്ത് ഉണ്മയുണ്ടായ ഏതൊരു വസ്തുവിനും പുനർജന്മം കിട്ടും. മനുഷ്യന്മാരൊക്കെ ഈ മേശറ കൊള്ള നടന്നു നീങ്ങും. ആ മേശറയ്ക്ക് ഒരു മനുഷ്യൻ നടന്നിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ എത്തുന്നത് അള്ളാഹു ആലം. ഒരാൾക്ക് 50 കിലോമീറ്റർ സഞ്ചരിക്കാണ്ടെങ്കിൽ ദിവസങ്ങൾ എടുക്കേണ്ടി വരും നടക്കുകയാണെങ്കിൽ, അല്ലേ? ഇത് എത്രയാണ് നടക്കേണ്ടത് എന്ന് അള്ളാഹു ആലം. അവ എത്ര കാലാണ് ഈ മനുഷ്യൻ ഈ മേശറയ്ക്ക് ഈ പ്രയാസങ്ങൾ സഹിച്ച് എവിടെ നോക്കിയാലും പ്രതിസന്ധികളാണ്. ഉടുതുണി പോലും ഇല്ലാണ്ട് മനുഷ്യൻ നടക്കുകയാണ്. ഇതാ മേശറയ്ക്ക് നടക്കുക. എത്ര കാലം നടക്കേണ്ടത് അള്ളാഹു ആലം. ഒരു പിടുത്തവും. പിന്നെ മേശറ പോയി നിൽക്കണം. എന്താണ് ഈ മേശറ? എന്താണ്? ഞാൻ ചുരുക്കി പറയാം. സൂര്യൻ ഒരു ചാൺ ഉയരത്തിൽ കിടന്ന് കത്തുകയാണ്. ഇപ്പൊ കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കത്തിച്ചൊരിക്കുന്ന സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ സൂര്യൻ ഒരു ചാൺ മുകളിലേക്ക് നിന്ന് കത്തുന്ന ഒരു സാഹചര്യം, താഴ്ഭാഗം ചുട്ടുകൊള്ളുന്ന തറ, അവിടെ ഇങ്ങനെ മനുഷ്യന്മാരൊക്കെ വന്ന് തിങ്ങി കൂടിയിട്ട് നമ്മൾ പറയുന്നത് ശ്വാസം വിടാനുള്ള ഗ്യാപ്പില്ലല്ലേ എന്നതുപോലെ മുമ്പിലുള്ള കാല് പിന്നോട്ടെടുക്കാനോ പിന്നിലുള്ള കാല് മുന്നോട്ടെടുക്കാനോ കഴിയാതെ നിന്ന് പൊരിയുന്ന 70,000 കൊല്ലം. എത്ര കൊല്ലം? 7 കൊല്ലല്ല, 70 കൊല്ലല്ല, 700 കൊല്ലല്ല, 7000 കൊല്ലല്ല, 70,000 കൊല്ലം മനുഷ്യരിൽ നിന്ന് മനുഷ്യൻ കരിഞ്ഞു വണങ്ങാണ്. അപ്പോഴാണ് മനുഷ്യന്മാരൊക്കെ പറയാൻ തുടങ്ങാണ്, പടച്ചോനെ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട. സ്വർഗാണെങ്കിൽ സ്വർഗം, നരകാണെങ്കിൽ നരക, എവിടേക്കെങ്കിലും എത്തിയാൽ മതി, ഇവിടുന്ന് കഴിച്ചിലായി കിട്ടണം. അങ്ങനെ 70,000 കൊല്ലം മനുഷ്യരിൽ മനുഷ്യൻ നിന്ന് പൊരിയാണ്. നമ്മളെ കാലം നമുക്കറിയുന്നില്ലേ? നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നൊരു കാലുണ്ട്, 9 മാസവും 10 ദിവസവും. ചിലർക്ക് ഒരു ദിവസം മുമ്പോട്ട് 11-12 ആയേക്കാം, ചില അതിന് മുമ്പ് തന്നെ പോന്നിട്ടുണ്ടാവും, അല്ലേ? എന്നിട്ട് നമ്മൾ ആ ഗർഭാശയത്തിൽ നിന്ന് ഈ ദുന്യവിയായ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇവിടുത്തെ ജീവിതം ഏറിപ്പോയാൽ 100 കൊല്ലം, ഏറിപ്പോയാൽ. നമ്മളെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ 100 വയസ്സായത്? എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആരുടെ വീട്ടിൽ 100 വയസ്സായ ആൾ ഉണ്ടാകൂല എന്ന് ഞാൻ മനസ്സിലാക്കണത്. ഉണ്ടെങ്കിൽ പ്രശ്നമാക്കുകയും വേണ്ട. ഇനി നോക്കിയാൽ നമ്മൾ ഈ ദുനിയാവിന്ന് പോയിട്ട് ഇനി നമുക്ക് സഞ്ചരിക്കാനുള്ള പാതയാണ് ഞാനിപ്പോ എണ്ണി തന്നത്. ഖബറ് എത്ര കാലം കിടക്കണം എന്ന് അള്ളാഹു വേണം. ഖബറിന്റെ അർത്ഥം എന്താ? മുത്തനബി പറഞ്ഞ ഇമ്മാ ഹുഫറത്തുൻ ഔ നാറു, ഇമ്മാ ഹുഫറത്തുൻ ഔ റൗളത്തുൻ. ഒന്നിരിക്കൽ ഖബർ എന്ന് പറയുന്നത് നരകക്കുണ്ടാണ്, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഒരു തോട്ടാണോ? രണ്ടാലൊന്ന്, രണ്ടും കൂടി ഇല്ല. ദുനിയാവ് രണ്ടും കൂടിയാണ്. സുഖമുണ്ട്, ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, പ്രയാസമുണ്ട്, വേദനയുണ്ട്, സന്തോഷമുണ്ട്, മധുരമുണ്ട്, കയ്പുമുണ്ട്, അല്ലേ? പകലുണ്ട്, രാത്രിയുണ്ട്, മഴക്കാലുണ്ട്, വേനൽക്കാലുണ്ട്, തണുപ്പുകാലുണ്ട്, ശൈത്യകാലുണ്ട്. ഇങ്ങനെ പോവുകയാണ് ഈ സാധനം. എന്നാൽ ഖബറുകളൊക്കെ വെച്ചൊക്കെയാണെങ്കിൽ ഒന്നെങ്കിൽ നരകക്കുണ്ട്, അല്ലെങ്കിൽ റൗള, സ്വർഗത്തിൽ നിന്നുള്ളൊരു തോപ്പ്. രണ്ടാലൊന്നേ അവിടെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാണെങ്കിൽ ഈ ഖബറിൽ മനുഷ്യൻ കടക്കേണ്ട കാലത്രയെന്ന് ഒരു പിടുത്തം നമുക്കില്ല. ആ ഖബറിൽ നിന്ന് പിന്നെ ഖിയാമത്ത് നാളിന്റെ ആ തീവ്രത ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ തകർന്നു പൊടിയും അള്ളാഹുവാലും നമുക്കറിയില്ല, എനിക്കറിയില്ല. ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ നിമിഷം എടുത്തൊക്കെ തകർന്നു പൊടിയാണോ? അള്ളാഹുവാലും അറിയില്ല. ഇപ്പൊ നോക്കിയാൽ നിങ്ങള് നമ്മുടെ ഫലസ്തീനില്
1.5 വർഷമാണ് ബോംബ് വർഷം നടന്നത് അല്ലേ? തലക്ക് മുകളിലേക്ക് ബോംബ് വീഴുകയാണ്. അന്തി ഉറങ്ങുന്ന വീടിന്റെ മുകളിലേക്ക് തീഗോളം വന്ന് വീഴുകയാണ്. ആ മനുഷ്യർ അവിടെ അനുഭവിച്ചത് 1.5 കൊല്ലം ഇപ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. ഇനി ആ കെടുതിയിലാണ് ആ മനുഷ്യർ അവർ ജീവിക്കാണ്ടത്. അള്ളാഹു സലാമത്ത് നൽകട്ടെ. അപ്പൊ നിങ്ങൾ ആലോചിക്കേ നമ്മുടെ യാത്രയുടെ ഒരു അവസ്ഥ. ഇനി ആ മഹ്ശറയിൽ ഒരു മനുഷ്യന് 10-70,000 കൊല്ലം കിടന്ന് പൊരിയുമ്പോഴാണ് ഈ വാക്ക് പറയുന്നത്. അവസാനം മനുഷ്യന്മാരൊക്കെ ഇതിനൊരു അറുതി വേണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അമ്പിയാക്കളെ മുമ്പിലേക്ക് തെണ്ടുന്നത്. അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുജൂദിൽ വീണിട്ട് അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി എന്താണ് അവിടെ അവസരം ഒരുക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ചില ആളുകളൊക്കെ കുറ്റവാളികളായിട്ട് ജയിലിൽ കിടക്കുന്ന അവരുടെ കേസ് വിളിക്കാതെ അങ്ങനെ 70,000 കൊല്ലം മനുഷ്യൻ നിന്ന് പൊരിയുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പില് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുജൂദിൽ വീഴാണ്. അപ്പോഴാണ് നമ്മളെ വിചാരണയ്ക്ക് വേണ്ടി വിളിക്കപ്പെടുന്നത്. ഇനി വിചാരണയുടെ കാലയളവ് എത്ര? അള്ളാഹു ആലം. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത് നമ്മുടെ ദുനിയാവിൽ തന്നെ ചില ആളുകളുടെ വിചാരണ എത്രയോ അങ്ങ് നീളാണ്, അറ്റല്ലാണ്ട് നീളാണ്. കോടതിയിലേക്കുള്ള ചില വിചാരണകൾക്കും അറ്റല്ലാണ്ട് നീങ്ങുക. അതും ഞാൻ കൂടുതൽ പറയണ്ടല്ല. അപ്പൊ ഇനി എത്ര കാലാണ് ആ വിചാരണയുടെ കാലയളവ്? അള്ളാഹു ആലം. ഒരു പിടുത്തവും ഇല്ല. 1 കൊല്ലം 2 കൊല്ലമൊന്നും അല്ല. ഇതിലുണ്ടോ? അതുകൊണ്ടൊന്നും തീരൂല. അങ്ങനെ വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് മനുഷ്യരുണ്ട് സ്വർഗലോകത്തേക്കും നരകത്തേക്കും ഒരു പോക്ക് പോണത് അല്ലേ? ഫരീഖൻ ഫിൽ സഗീർ ഫരീഖൻ ഫിൽ ജന്ന. അങ്ങനെ ഈ മനുഷ്യൻ വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം തന്റെ പാതയം തിരയാണ്. വിചാരണ നടക്കുമ്പോഴേ തിരിയും ഇത് എങ്ങോട്ടാണ് പോക്ക് എന്നുള്ളത്. വിചാരണ നടത്തേണ്ട നാളെ കബർ കിടക്കുമ്പോ തന്നെ മരിക്കലോട് കൂടെ തിരിയും എന്റെ യാത്ര ഇനി എന്താണ് അവസ്ഥ എന്നുള്ളത്. ഈ 10-60 കൊല്ലം നമുക്ക് ജീവിക്കാൻ വളരെ പ്രയാസമുണ്ട് അല്ലേ? മനസ്സ് വേദനിക്കുന്നുണ്ട് പലപ്പോഴും മരണത്തെ കൊതിക്കുന്നുണ്ട്, പലപ്പോഴും നമ്മൾ പല പ്രശ്നങ്ങളുടെയും തരണം ചെയ്യുന്നുണ്ട് അല്ലെ? ചിലതൊക്കെ നമ്മൾ ആകെ ഒടിഞ്ഞു കുത്തി വീഴുന്നുണ്ട്. നമുക്ക് ഈ 60 കൊല്ലം തന്നെ എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോവുകയാണ്. ടെൻഷനുടെ ലോകം. നിങ്ങൾ ആലോചിക്കണേ ഈ 60 കൊല്ലം ജീവിച്ചു തീർക്കാൻ നമ്മൾ പെടാപ്പെടുന്ന ഒരു പാട്. ഈ 60 കൊല്ലത്തിൽ നിന്ന് നമ്മൾ ഈ കബറിന്റെ ലോകം യാത്ര ചെയ്യാറുള്ളത്. അവിടുന്ന് മഹ്ശറേക്കുള്ള ദൂരം അല്ലാഹുവാലും എത്ര കാലം നടന്നാലാണ് മഹ്ശറേക്ക് എത്തുക ഒരു പിടുത്തവുമില്ല. ഈവൻ ആ മഹ്ശറേക്ക് തെണ്ടണം. മഹ്ശറെ പോയിട്ട് കിടക്കുന്നതോ 10-70,000 കൊല്ലം അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വിചാരണന്റെ കാലയളവോ അല്ലാഹു ആലം, ഒരു പിടുത്തവുമില്ല. പിന്നുണ്ട് ഇയാള് സ്വർഗലോകത്തേക്ക് ഒരു പോക്ക്. അതെവിടെ? നരകത്തിന്റെ മുകളിലൂടെ അള്ളാഹു നാട്ടി വെച്ച സിറാത്ത്. ആ സിറാത്ത് എന്നൊരു പാലുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സിറാത്തിലൂടെ ഈ മനുഷ്യൻ നടന്നിട്ട് അക്കരെ എത്തണമെങ്കിൽ ആ സിറാത്തിന്റെ ദൂരം 70,000 കൊല്ലത്തിന്റെ വഴിദൂരാണ്. 70,000 കൊല്ലം ഒരു മനുഷ്യൻ നടക്കുകയാണെങ്കിൽ എത്ര ദൂരം നടക്കുമോ അത്രയും ദീർഘമായൊരു പാലം. നിങ്ങൾ ആലോചിക്കണേ, അള്ളാന്റെ റസൂല് പറയാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ 70,000 കൊല്ലം നടന്ന് നിരങ്ങിയിട്ട് സ്വർഗത്തെത്തുന്ന മനുഷ്യന്മാരുണ്ട് എന്ന്. അവിടെ കണ്ടുങ്ങള് ആ സിറാത്തിലൂടെ നടക്കുന്ന സമയം നല്ല വെളിച്ചം കിട്ടുന്ന ചില ടീമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയും അതാർക്കാ കിട്ടുന്നത്. ആ വെളിച്ചത്തിന്റെ ഊർജവും അതിന്റെ പ്രഭയും ഉപയോഗിച്ച് ചില ആളുകള് പെട്ടെന്ന് സഞ്ചരിക്കും. അതിന്റെ സഞ്ചാരത്തിന്റെ ദിശ എങ്ങനെ ചില ഹദീസിൽ കാണാം. ചില ആളുകളൊക്കെ നരകം കാണാതെ മറ്റേ മലക്കിന്റെ ചിറകിലേറി സഞ്ചരിക്കും. ചിലരൊക്കെ മിന്നൽ പിണർ കണക്കെ അവിടെ എത്തും. അതാരാ? ഈ 10-60 കൊല്ലത്തെ ജീവിതത്തിന്റെ ഇടയില് ഈ ഇരുണ്ട ലോകം, നരകത്തിന്റെ മുകളിലൂടെ നാട്ടപ്പെട്ട ഈ സിറാത്തിൽ കൂരാകൂരിരുട്ടാണ്. ഒരടി തെറ്റിയാൽ താഴെ വീഴും. വെളിച്ചല്ലാണ്ട് എങ്ങനെ നടക്കും? കരിഞ്ഞുണങ്ങിയ ശരീരവുമായിട്ട് അങ്ങോട്ട് എത്തിയിട്ട് ഒരു കാര്യവുമില്ല. അവിടേക്കുള്ള ഊർജം സ്വീകരിക്കണം. അവിടേക്കെന്ന് മാത്രമല്ല, ഈ ദുനിയാവ് കഴിഞ്ഞ് ഈ ദുനിയാവിന്റെ പുറത്തുള്ള ജീവിതം കഴിഞ്ഞ്
ഖബറിലേക്ക് എത്തിയത് മുതലുള്ള നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചം നമ്മൾ ശേഖരിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിൽ നിന്നാണ്, നമ്മുടെ ഈ 10-60 കൊല്ലത്തെ ജീവിതത്തിന്റെ ഇടയിൽ നിന്ന്. അങ്ങനെ ഈ സിറാത്തിലൂടെ നടക്കുന്ന സമയം ചില ആളുകളൊക്കെ പല വാഹനത്തിന്റെ വേഗതയിൽ അങ്ങോട്ട് പോകുന്നത്. മുത്തനബി പറഞ്ഞ കൂട്ടത്തിൽ 70,000 കൊല്ലം നടന്ന് ഉരുണ്ട് വീണ് ആ സിറാത്തിൽ തൂങ്ങിപ്പിടിച്ച് നരകത്തിന്റെ തീയും പുകയും ഏറ്റ് കരിഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനെ കീശൊക്കെ കണ്ടില്ല നിങ്ങൾ, പ്ലാസ്റ്റിക്കിന്റെ വസ്തുക്കളൊക്കെ കത്തി എരിയുന്ന അതുപോലെ പുളിങ്ങാതോടായി അവസാനം നരകത്ത് ചെന്ന് സ്വർഗത്ത് ചെന്ന് കയറുന്ന മനുഷ്യന്മാരും ഉണ്ട് എന്നാ. പിന്നെ ഒന്നിരിക്കൽ ഈ മനുഷ്യൻ സ്വർഗത്ത് കിടക്കും, അല്ലെങ്കിൽ നരകത്ത് കിടക്കും. അതിന് രണ്ടിനും ഒരു അറ്റവുമില്ല. ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. ആ സ്വർഗം വേണോ നരകം വേണോ എന്ന് തീരുമാനിക്കേണ്ടത് അറ്റമില്ലാത്ത യാത്രയിലേക്ക് നമ്മൾ ഒരുങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള ഈ ജീവിതത്തിലാണ്. അങ്ങോട്ട് വെളിച്ചം വേണോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്വലാത്തു നൂറുൻ, നിസ്കാരം ഒരു മനുഷ്യൻ തന്റെ ഉടമയായ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന നിസ്കാരം അത് പ്രകാശമാണ്, അത് പ്രഭയാണ്, അത് നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഊർജമാണ്. നമ്മൾ എല്ലാ ദിവസവും നല്ല ശരീരമൊക്കെ റെഡിയാക്കി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് 5 നേരത്തെ നിസ്കാരമൊക്കെ നഷ്ടപ്പെടുത്തി നടക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. ചില ആളുകൾക്കൊക്കെ ആകെ വെള്ളിയാഴ്ച ജുമയേ ഉള്ളൂ, അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. ചിലർക്ക് കൊല്ലത്തിൽ ആഴ്ചയിൽ ജുമയില്ല, മാസത്തില് റമദാനില്ല, കൊല്ലത്തെ പെരുന്നാൾ മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർ പള്ളി കാണുന്ന പെരുന്നാളിന് മാത്രം. അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ ഉണ്ട് ലോകത്ത്. നിങ്ങൾ ആലോചിക്കണേ, 60 കൊല്ലം ഒരു മനുഷ്യൻ ജീവിച്ചിട്ട് 60 പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചിട്ട് വല്ല ചാർജ് ഉണ്ടാകുമോ? ഒരു ദിവസം അവനിക്ക് 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂർ നാളെ മഹ്ശറയിലെ അതിന്റെ ഇരട്ടി എത്രയാണ് അള്ളാഹു ആക്കുന്നത് നമുക്കറിയില്ല. ആ ദൈർഘ്യം സഞ്ചരിക്കാൻ ഈ 24 മണിക്കൂറിന്റെ ഇടയിലുള്ള 5 വക്ത് നിസ്കാരം അതിന്റെ കൃത്യതയോടെ നിർവഹിച്ചിരിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മളെ വീട്ടിലുള്ള നമ്മുടെ കയ്യിലുള്ള മൊബൈലിലേക്ക് ചാർജ് ചെയ്യുമ്പം ആ ചാർജറിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ, വല്ല കോട്ടം ഉണ്ടെങ്കിൽ മൊബൈലിലേക്ക് ചാർജ് കയറിയിട്ടില്ല അല്ലേ? എന്റെ കയ്യിലുള്ള ഈ മൊബൈൽ ചാർജ് ചെയ്യാൻ എനിക്ക് ആവശ്യമുള്ളത് 22 മിനിറ്റാണ്. 22 മിനിറ്റ് കൊണ്ട് ഈ മൊബൈൽ എന്താകും? ഇപ്പൊ ചാർജാണ്. ഇപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന മൊബൈലിക്ക് എന്റെ ചാർജറിൽ ഇടുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങി 3 മണിക്കൂർ വേണം ഇപ്പൊ ഈ ചാർജ് ആക്കാൻ. അപ്പൊ അങ്ങനെ ആലോചിക്കുകയാണെ, നാളെ നമുക്ക് ഈ ഇരുണ്ട ലോകം ഖബർ ജീവിതത്തിലും അവിടെ നിങ്ങോട്ടുള്ള മഹ്ശറേക്കുള്ള നടത്തത്തിലും മഹ്ശറാ ലോകത്തും നാളെ വിചാരണയുടെ അവസരത്തിലും അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പല പ്രതിസന്ധികളും തരണം ചെയ്യാണ്ട് അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട പറഞ്ഞ സിറാത്തിലൂടെ സഞ്ചരിക്കാനും അസ്വലാത്തു നൂറുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മക്കളെ അസ്വലാത്തു നൂറുൻ, നിസ്കാരം അത് പ്രഭയാണ്, അത് പ്രകാശമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങൾ ആഖിറത്തിന്റെ ലോകത്തേക്ക്, അവിടേക്കുള്ള ഭക്ഷണത്തിലേക്ക് നിങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ളത് നിസ്കാരമാണ്. ചാർജ് വേണ്ടേ? ഊർജം വേണ്ടേ ഏതും സഞ്ചരിക്കാൻ? ഒരു വാഹനം റോഡിലൂടെ സഞ്ചരിക്കണമെങ്കിൽ അതിന്റെ ഊർജമാകുന്ന പെട്രോളോ ഡീസലോ വേണം. നമ്മുടെ കയ്യിൽ ടോർച്ച് കത്തണമെങ്കിൽ അതിൽ ചാർജ് വേണം. അപ്പൊ നമുക്ക് സഞ്ചരിക്കാനുള്ളത് നാളെ ഇരുളുമുറ്റിയ ലോകത്തുകൂടെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ ഇരുണ്ട ലോകാണ്. ആ ഇരുണ്ട ലോകം പ്രകാശിക്കണോ? നമ്മുടെ കയ്യിൽ നിസ്കാരമെന്ന ആയുധം ഉണ്ടായേ മതിയാകും. നമുക്ക് രണ്ടും ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിലുണ്ട്. 12 മണിക്കൂർ കോടിക്കണക്കിനപ്പുറത്ത് കത്തിച്ചൊരിക്കുന്ന സൂര്യന്റെ വെളിച്ചം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ആ വെളിച്ചത്തിൽ ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നുണ്ട്. ആ സൂര്യൻ പടിഞ്ഞാറ് പോയി അസ്തമിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരുൾ മുറ്റുന്നുണ്ട്. ഇനി ആ ഇരുളിൽ നമുക്ക് നടക്കാൻ വെളിച്ചം വേണം അല്ലേ? എല്ലാം നിങ്ങൾക്കറിയോ, നമ്മുടെ എല്ലാ രാത്രിയും ഒരുപോലെ ഇരുണ്ടതല്ല. ഇതൊക്കെ നമ്മൾക്ക് അനുഭവിച്ചതാ. എല്ലാ രാത്രിയും ഒരുപോലെ ഇരുണ്ടതല്ല. കറുത്ത വാവ് എന്ന ദിവസമൊക്കെ ഉണ്ടല്ലേ, കൂരിരുൾ മുറ്റിയ ഒരു രാത്രി. അന്ന് പേമാരി അങ്ങ് ശക്തമായി പെയ്യാണെങ്കിൽ ആ രാത്രിക്ക് എന്ത് ഇരുടാ അല്ലേ? എത്ര ഇരുൾ മുറ്റിയ രാത്രിയാണ്.
അതിൻ്റെയൊക്കെ എത്രയോ ഡബിൾ കണക്ക് ഇരുണ്ടൊരു ലോകമാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത്. ഖബറിന്റെ ചിത്രങ്ങൾ ആലോചിക്കുകയാണ്. ഒരു മനുഷ്യന് മരണപ്പെട്ട് കഴിഞ്ഞാല് ഈ ഭൂമി 6 അടി താഴേക്ക് കുഴിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഇട്ട് അതിലേക്ക് കിടത്തിയിട്ട് തൊട്ടു മുകളിൽ മൂടുകല്ല് വെച്ച് പിന്നെ 6 അടി മണ്ണിന്റെ ആ ഗ്യാപ്പ് മണ്ണിട്ട് മൂടാണ്. അങ്ങോട്ട് ഒരു വെളിച്ചം പോയിട്ട് ഒരു വായു പോലും കടക്കൂല. ആ മനുഷ്യൻ ആ ഖബറിൽ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ശരീരത്തിലേക്ക് ആ ആത്മാവിനെ പറഞ്ഞയക്കുന്ന ഈ മനുഷ്യൻ നെടുവീർപ്പിട്ടിട്ട് അവിടെ എണീച്ചിരിക്കും. ഊരയുടെ മുകളിലേക്ക് മാത്രം അനക്കം, അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് ഒരു അനക്കും അനങ്ങൂല. അവിടെ ഇരുന്ന് അന്തം വിട്ടു പോകും ഈ മനുഷ്യൻ. ഇതെന്ത് ലോകാ പഠിച്ചോനെ, ഇരുളടഞ്ഞൊരു ലോകം, ഇന്ന് വരെ എനിക്ക് പരിചയമില്ലാത്തൊരു ലോകാണല്ലോ പഠിച്ചോനെ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ അന്തം വിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് നമുക്കൊക്കെ വരാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ന് മറവ് ചെയ്തു. ഇപ്പൊ എന്റെ നാട്ടിൽ ഇന്ന് മഗ്‌രിബോട് കൂടെ ഒരു 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 ഉമ്മയെ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. ആദ്യത്തെ രാത്രി, ഖബറിൽ ആദ്യത്തെ രാത്രി അതിഭീകരമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമുക്ക് വെളിച്ചം വേണോ? അവിടെ പ്രകാശം വേണോ? അവിടെ കൂട്ടിനാള് വേണോ? അസ്വലാത്തു നൂറുൻ, നിസ്കാരം അത് പ്രഭയാണ്, അത് പ്രകാശമാണ്, അത് വല്ലാത്ത തീവ്രമായ ഒരു പ്രകാശമാണ്. അതിന്റെ ചാർജ് എത്രയുണ്ടോ അത് പെട്ടെന്ന് ചാർജ് തീരുന്ന കേസല്ല. നാളെ നമുക്ക് ഖബർ കഴിഞ്ഞിട്ട് മഹ്ശറിലേക്കുള്ള യാത്രയുണ്ട്, അവിടെയും വെളിച്ചം വേണം. മഹ്ശറിൽ നമുക്ക് കൊത്തിയാടുന്ന സൂര്യന്റെ താഴെ നിന്ന് അവിടെ തൊട്ടപ്പുറത്ത് അവിടെ അർശിന്റെ തണലുണ്ട്, ആ തണലിലേക്ക് മാറി നിൽക്കണം. അവിടെ എയർ കണ്ടീഷനാണ്, അവിടെ നമുക്ക് കൂടണം. അത് കഴിഞ്ഞ് ഹിസാബ് നടക്കുമ്പോ പെട്ടെന്ന് ഹിസാബ് പൂർത്തിയായി. നമ്മുടെ കയ്യിൽ നല്ല വെളിച്ചമുണ്ട്, നിസ്കാരത്തെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിൽ അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുകയാണ്. നാളെ ആദ്യമായി ഖബറിലും മഹ്ശറിലും ചോദിക്കപ്പെടുന്ന അസ്വല, നിസ്കാരത്തിന്റെ വിഷയമാണ്. ആ നിസ്കാരത്തിന്റെ വിഷയം ഹിസാബിന്റെ സമയത്ത് രക്ഷപ്പെട്ടാൽ പിന്നെ അങ്ങനെ പോകാം മുന്നോട്ട്. ഹൗലുൽ കൗസർ കുടിച്ച് ആ നരകത്തിന്റെ മുകളിലൂടെ ചുട്ടുകൊള്ളുന്ന ഈ ഭൂമി ലോകത്തേക്ക് നരകത്തിന്റെ ഒരു തീപ്പൊരി കടന്നു വന്നാൽ ഈ ഭൂമിയും ഈ പ്രപഞ്ചം ഒന്നാകെ ചുട്ടുചാമ്പലായി പോകും. ഇന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ നരകത്തിന്റെ മുകളിലൂടെ ഒരിക്കലും ദാഹിക്കാത്ത ഹൗദുൽ കൗസർ കുടിച്ചിട്ട് നമുക്ക് യാത്ര പോകണം. നിങ്ങൾ ആലോചിക്കേ, നമ്മൾ നല്ല ചൂടുള്ള സമയം, 39 ഡിഗ്രി ചൂടുള്ള ഒരു സമയം, നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വെയിലത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു 2 കിലോമീറ്റർ നടക്കാൻ നിന്നാൽ പെട്ടെന്ന് തൊണ്ട വരണ്ടു പോകും അല്ലേ? ദാഹിച്ച അവശനായി പോകും. ആ നരകത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കാനുണ്ട്. തൊട്ടപ്പുറത്തു നിന്നും ഹൗദുൽ കൗസറിൽ നിന്ന് ഒരു കോപ്പ വെള്ളം കുടിച്ചാൽ ഇനി ഒരു കാലത്തും ഓനക്ക് ദാഹം ഉണ്ടാകൂല. അത്രയും പ്യൂരിഫൈ ആയ, അത്രയും ഊർജമുള്ള ഒരു വെള്ളം നമ്മൾ അകത്താക്കി കഴിഞ്ഞു. ഇനി ഈ പാലത്തിലൂടെ ഈ നരകത്തിന്റെ ചൂടേറ്റാലും അതിന്റെ തീയിന്റെ ആളല് വന്നാലും നമ്മുടെ ശരീരത്തിന് അത് എത്താൻ പാടില്ല. അത്രയും ഊർജം നമ്മുടെ ശരീരം നിസ്കാരത്തിലൂടെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ ശരീരം അവന്റെ നിസ്കാരത്തിന്റെ ഊർജം മുമ്പിൽ വെച്ചിട്ട് അതിന്റെ പ്രഭയിൽ ഈ മനുഷ്യൻ നടന്നെടുക്കും ഇലൽ ജന്ന. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ആ സ്വർഗലോകത്തേക്ക് നടക്കും. നിങ്ങൾക്കറിയോ നിസ്കാരത്തിന്റെ വിഷയം? ഒരു മനുഷ്യനെ കുറിച്ച് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ഒറ്റ ഹദീസ് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. എന്റെ മുമ്പിൽ സമയമില്ലാന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങള് തന്റെ കിതാബു സവാജിർ, ഒരുപാട് ഭീകരതകൾ, ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങള്, അതിനൊക്കെ പരിചയപ്പെടുത്തുന്ന കിതാബു സവാജിർ, ആ കിതാബു സവാജിർ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങള് ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ, നിങ്ങൾക്കറിയോ ഷാഫി മദ്ഹബില് വളരെ പ്രമുഖനായ ഇബ്നു ഹജർ അസ്കലാനി തങ്ങള്, ഇബ്നു ഹജർ ഹൈതമി തങ്ങള് തന്റെ കിതാബു സവാജിറില് ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു ഒറ്റ ഹദീസ് മാത്രം ഞാൻ നിങ്ങളിൽ മുമ്പിലേക്ക് വെക്കുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ജീവിതത്തില് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന്
ഏഴാകാശങ്ങൾ താണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നേരെ ദർശിച്ച് അവിടെ നിന്ന് സമ്മാനമായി കിട്ടിയ ആ നിസ്കാരത്തിന് എത്ര പുരുഷ ഉണ്ടാകും, എത്ര പവർ ഉണ്ടാകും. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നിസ്കാരമാണ്. ഞാൻ ആദ്യതാ പറഞ്ഞത്, ഒരു മനുഷ്യൻ അവൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അത് ജിന്നവർഗമാകട്ടെ ഭൂതവർഗമാകട്ടെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ്. നിങ്ങൾ ആലോചിക്കണേ, ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഇബാദത്തിലാകണം. പക്ഷേ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, ഒരു നിസ്കാരത്തിന് 10 മിനിറ്റ് എടുത്താൽ തന്നെ 50 മിനിറ്റേ ആകുള്ളൂ. ബാക്കി 23 മണിക്കൂറും 10 മിനിറ്റും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അത് നമുക്ക് ഇബാദത്താക്കി എടുക്കണം. അതൊന്നും എനിക്ക് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അതെങ്ങനെ ഇബാദത്താക്കി മാറ്റാം എന്നൊന്നും പറയാനുള്ള ഒരു സമയം എന്റെ മുമ്പിലില്ല. അവതരിക്കാൻ ഞാൻ അവിടെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആ നിസ്കാരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് അതാണ്. നിങ്ങൾ ആലോചിക്കണേ, ഒരു നിസ്കാരത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ 5 നേരം എന്താ പറയുന്നത് നിങ്ങൾക്കറിയോ? 5 നേരം പറയുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരടിമ അവന്റെ എല്ലാം റബ്ബിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ പറയാൻ, അള്ളാഹുവേ എന്റെ ജീവിതം, അള്ളാഹുവേ എന്റെ മരണം, അള്ളാഹുവേ എന്റെ എല്ലാം നിനക്ക് വേണ്ടിയാണ്. എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം നിനക്ക് വേണ്ടിയാണെന്ന് ആത്മാർത്ഥമായി 5 നേരം നിന്നും പറയുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ താണു കൂണ് പറയുന്ന ഒരു മനുഷ്യനെ അള്ളാഹു കബൂലാക്കി തരും. പക്ഷെ ഇത് പറയുന്നത് പോലെ പറയണം. നിങ്ങൾക്കറിയോ എവിടെയാണ് നിസ്കാരത്തിൽ നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും നമ്മുടെ മറ്റെല്ലാ കർമ്മങ്ങളും അള്ളാഹുവെ നിന്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് നമ്മൾ നിസ്കാരത്തിൽ ആണയിട്ട് പറയുന്നുണ്ട്, ശപഥം ചെയ്യുന്നുണ്ട്. അത് എവിടെയാണ് എന്നൊന്നും പലപ്പോഴും നമുക്കറിയില്ല. നിസ്കാരത്തിന് എങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ കൈമലത്താണ്. അതുകൊണ്ട് തന്നെ നിസ്കാരം ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രശ്നമാണ്. നിങ്ങൾ ആലോചിക്കാന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ആരാധിക്കാൻ വേണ്ടിയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം അള്ളാഹു പറഞ്ഞ റൂട്ടിലാകണം. അള്ളാഹും അവന്റെ റസൂലും പഠിപ്പിച്ചു തന്ന റൂട്ടിലാവണം. അവനിക്ക് അനുസരിക്കുന്ന വിഷയത്തിൽ ഒരു മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നിസ്കാരമാണ്. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യ, ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ ഇബാദത്ത് കാണും. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യ അസ്സലാഹ്, ഒരു മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ്. ആ നിസ്കാരം എന്ന് പറയുന്ന കർമ്മം പലപ്പോഴും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അല്ലേ? സുബഹ് നിസ്കാരം ചോദിച്ചാല് മറുപടി കുറവായിരിക്കും, ളുഹ്റ് മറുപടി കുറവായിരിക്കും, അസർ കുറവായിരിക്കും, ഇശാ വളരെ അപൂർവമായിരിക്കും. മുനാഫിഖീങ്ങൾക്ക് വളരെ പ്രതിസന്ധി നിറഞ്ഞ നിസ്കാരങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകാതെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങള് പറഞ്ഞു വെച്ച ഒറ്റ ഹദീസ് മാത്രം ഞാൻ ഇവിടെ ബാക്കി അവതരിപ്പിക്കുകയാണ്. അത് തന്നെ അവതരിപ്പിക്കാൻ എന്റെ മുമ്പിൽ സമയം ഉണ്ടാകൂല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകും. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹഫള സ്വലാഹ്, 5 നേരത്തെ നിസ്കാരം ഒന്നും നഷ്ടപ്പെടാതെ ക്രമപ്രകാരം അതിന്റെ ഷർത്തുകള്, അതിന്റെ ഫർദുകള്, അതിന്റെ സുന്നത്തുകള്, അതിന്റെ ആദാബുകള് എല്ലാം പരിഗണിച്ച് ഒരടിമ തന്റെ ഉടമയുടെ മുമ്പിൽ നിന്ന് വിങ്ങിപ്പൊട്ടി അവന്റെ വേദനകളും അവന്റെ സന്തോഷങ്ങളും അവന്റെ ആവശ്യങ്ങളും റബ്ബിലേക്ക് ചേർത്ത് വെക്കുന്ന ഒരു സമയം അസ്വലാഹ്, നിസ്കാരം. ആ നിസ്കാരത്തെ ഒരാൾ കൃത്യമായി നിർവഹിച്ചു പോന്നാൽ അക്രമഹുല്ലാഹു ബിഖംസി ഖിസാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു 5 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു അവനെ അനുഗ്രഹിക്കും, അവൻ ആദരിക്കും. 5 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു അവൻ ആദരിക്കും. ഏതാണ് 5 കാര്യങ്ങള്? അള്ളാന്റെ റസൂല് പറഞ്ഞു, യുർഫഉ അൻഹു ദീഖുൽ ഐശ്, ഇടുങ്ങിയ ജീവിതം, പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതം, പ്രയാസങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന ജീവിതം, അതിൽ നിന്ന് അവൻ രക്ഷപ്പെടും, കരകയറും. പലപ്പോഴും നമ്മുടെ ബുദ്ധി എന്താ? ജീവിതം സുന്ദരമാകാൻ കുറച്ച് പണം ഉണ്ടായാൽ മതി എന്നാണ്. ശരിയല്ലത്? നല്ല വീടുണ്ടായാൽ മതി എന്നാ, അല്ലെങ്കിൽ നല്ല സമ്പത്തുണ്ടെങ്കിൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ കയറാമെന്നൊക്കെ നമ്മൾ വ്യാമോഹിക്കുന്നുണ്ടാകും. അതൊക്കെ പൊട്ടത്തെറ്റാണ്. നമ്മുടെ മുമ്പിൽ എത്ര പണക്കാരാണ്, എത്ര വലിയ ബിസിനസ്സുകാരാണ്, എത്ര സമ്പന്നരാണ്. ജീവിതത്തിന്റെ 2 അറ്റം
അവിടെ രാവിലെയായി വൈകുന്നേരമാകുമ്പോഴേക്ക് എത്ര പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത് അല്ലേ? ആണെന്ന് ആ ജീവിതത്തിൽ നിന്ന് എന്നെ കൊണ്ട് കരകയറാൻ കഴിയില്ല, ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി നിന്നെ കൊണ്ട് കരകയറാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ആ ജീവിതം എന്നേക്കുമായി ഒരു തുണ്ടൻ കയറിൽ അവസാനിപ്പിക്കുന്ന എത്ര മനുഷ്യന്മാരാണ് ഇന്ന് നമ്മൾ. ആത്മഹത്യയുടെ വർത്തമാനങ്ങള്, വിവരങ്ങള് പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ എന്നും എവിടെയും ആത്മഹത്യകളാണ്. ജീവിതം അവസാനിപ്പിക്കുകയാണ്. ഇടുങ്ങിയ ജീവിതം, ആ ഇടുങ്ങിയ ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിനെ കരകയറ്റവും. പിന്നെ പറഞ്ഞു ഖബറിന്റെ അദാബിൽ നിന്നും അള്ളാഹുവിനെ കരകയറ്റവും. ഖബറിന്റെ അദാബ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും ഖബർ പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. സ്വഹാബത്തിൽ പലരും കരഞ്ഞു പോയിട്ടുണ്ട്. ഖബർ, ആ ഖബർ ഒരു മനുഷ്യനെ ആ ഖബറിലേക്ക് അങ്ങ് വെച്ചു കഴിഞ്ഞാൽ ആ ഖബർ അങ്ങ് ഇടുക്കി കളയും. 4 ഭാഗത്തു നിന്നും ഈ മനുഷ്യനെ എടുക്കും. എത്രത്തോളം എടുക്കും? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അവന്റെ വാരികൾ പരസ്പരം കോർത്ത് അത് പൊടിഞ്ഞ് തരിപ്പണമാകുന്നത് പോലെ ഇടുക്കിക്കളയും. ആ ഖബറങ്ങ് ഇടുക്കിയാൽ ചിലപ്പം അത് എപ്പോഴാ വിടുക എന്നൊന്നും പറയാൻ പറ്റൂല. ചിലർ പെട്ടെന്ന് വിട്ടേക്കാം, ചിലരങ്ങനെ പിടിച്ചു വെച്ചേക്കാം. നിങ്ങൾക്കറിയോ ആ ഖബറിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത്? രാവും പകലുമില്ലാണ്ട് അലൽ ചമ്ര, തീക്കനൽ അവൻ കടന്നു പുകയേണ്ടി വരും. ആ ഖബറിലേക്ക് നരകത്തിന്റെ കവാടം അള്ളാഹു തുറന്നു വെക്കും. നരകത്തിന്റെ തീയും ചൂടും പുകയും ആ ഖബറിലേക്ക് കടന്നു വരും. ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹ്, ഒരു പാപിയാണോ ആ ഖബറിൽ സന്തോഷത്തിന്റെ ഒരു തിരുനാളം പോലും കാണാൻ കഴിയില്ല. നരകത്തിലെ പാമ്പുകള്, തേളുകള്, ഭീകരമായ ചിത്രങ്ങള്, ഭീകരമായ രൂപത്തിൽ മുങ്കർ നക്കീർ അലൈഹിസ്സലാം അങ്ങോട്ട് കടന്നു വരവ്, അദാബിന്റെ മലക്കുൾ തലങ്ങും വലങ്ങുമെന്ന് അവിടെ പല ഭീകരമായ അവസ്ഥകളും കൊണ്ട് അവിടെ നിറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഖബറ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും പല സ്വഹാബത്തിന്റെയും ശരീരം ഖബറിലേക്ക് വെച്ചപ്പോ മുത്തുനബിയുടെ നെഞ്ച് ഇടുങ്ങിയിട്ടുണ്ട്. ആരെ ഖബറിലേക്ക് വെച്ചത്? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാമീപ്യം ധരിച്ച സ്വഹാബത്ത്. ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത് പിന്നെ സ്വഹാബത്താണ്. ലോകത്ത് ആദം നബി അലൈഹി സ്വലാം മുതലുള്ള മുഴുവൻ അമ്പിയാക്കളെയും മനുഷ്യന്മാരെ എടുത്തു നോക്കിയാൽ ഒന്നാം ശ്രേണിയിൽ കിടക്കുന്നത്, അമ്പിയാക്കളെ മാറ്റി നിർത്തിയാൽ പിന്നെ ഏറ്റവും ഉന്നത നിലയിൽ കിടക്കുന്നത് ആ സ്വഹാബത്തിന്റെ ജീവിതത്തെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമകളെ പലപ്പോഴും ഖബറിന്റെ ചാരത്ത് വെച്ച് ഈ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ അള്ളാന്റെ റസൂല് പറയാൻ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവൻ 5 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു അവനെ അനുഗ്രഹിക്കും. ഒന്നവനെ പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് കരകയറ്റും. രണ്ടാമത്തെ ഖബറിന്റെ അദാബിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. പിന്നെയോ അവന്റെ നാളെ അവന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ആ ചിത്രം, ആ ഏട് എന്ന് നമുക്ക് ഇപ്പം മനസ്സിലാകാൻ വേണ്ടി പറയാം, അതവന്റെ വലതുകയിൽ നൽകപ്പെടും. മൂന്നാമത്തെ അനുഗ്രഹം. നാലാമത്തതോ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ആ സിറാത്തിലൂടെ മിന്നൽ പിണർ കണക്കെ അവൻ നടന്നു പോകുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു നൂറോൻ, നിസ്കാരം അത് പ്രഭയാണ്. ആ ഇരുളുമുറ്റിയ ആ സിറാത്തിലൂടെ നടന്നു നീങ്ങാൻ നമുക്ക് ഈ കുറഞ്ഞ കാലത്തിന്റെ ഇടയിൽ നിസ്കാരത്തിന്റെ വിഷയം പ്രായപൂർത്തിയെത്തിയത് മുതൽ അവന്റെ ശരീരത്തിൽ സ്വബോധമുണ്ടോ, ജീവനുണ്ടോ, അവർക്ക് നിർബന്ധമാണ്. ഒരു നിലക്കും അത് ഒഴിവാകൂല. ആ നിസ്കാരം നിർവഹിച്ചിട്ട് 5 നേരത്തെ ഫർദ് നിസ്കാരം, അതിനു കൂടെ സുന്നത്തുകൾ ഏറെയുണ്ട് അല്ലേ? ഇതൊക്കെ നിർവഹിച്ച് അവന്റെ നാളത്തേക്കുള്ള യാത്രയുടെ ഭണ്ഡാരം അത് ഊർജം നിറഞ്ഞതായിരിക്കണം. അതിന്റെ എല്ലാ പോയിന്റുകളും കൃത്യമായി നിറയണം. അസ്വലാത്തു നൂറോൻ യമുറു അല സിറാത്തി കൽ ബർഖ്. അവൻ സിറാത്തിലൂടെ മിന്നൽ പിണർ കണക്കെ നടന്നു സഞ്ചരിക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നാലാമത്തത്. അഞ്ചാമത്തതോ വയദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്. വിചാരണയൂടാതെ അവൻ സ്വർഗലോകത്തേക്ക് നടന്നു സഞ്ചരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്,
നാളെ മഹ്ശറാവൻ സഭയിലെ വിചാരണ ഘട്ടം വല്ലാത്ത പ്രതിസന്ധി നിറഞ്ഞതാണ്. ആ മഹ്ശറാവൻ സഭയില് ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അവിടെ ഇങ്ങനെ സമ്മേളിച്ചു നിൽക്കുമ്പം ഏഴാകാശങ്ങൾ വസിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ 7 വന്മതിൽ തീർത്ത് നമ്മളെ വളഞ്ഞു വലയം ചെയ്തിരിക്കും. ഒരാളെയും ഒരനക്കമനങ്ങാൻ സമ്മതിക്കില്ല. അവിടെ നിന്ന് ഹിസാബ് നടക്കുന്ന രംഗമുണ്ട്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ആ ഹിസാബ് നടക്കുമ്പോ ചില ആളുകളൊക്കെ ഹിസാബില്ലാണ്ട് 10,70,000 ആളുകൾ യാതൊരു വിചാരണയില്ലാണ്ട്, വിചാരണ എന്താന്ന് പോലും അറിയാതെ ഇലൽ ജന്ന, ഡയറക്റ്റ് സ്വർഗത്തിലേക്ക്. ആ 70,000 ആളുകൾക്ക് വീണ്ടും 70,000 ആളുകൾ, ഓരോരുത്തർക്കും 70,000 ആളുകളെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഉണ്ട്. എന്നിട്ട് മുത്തുനബി പറയാ, പിന്നെ കുറെ ആൾക്കാരോട് അള്ളാഹ് പറയും നിങ്ങളൊക്കെ പോയിക്കോളി. ഓരൊക്കെ പോകും. പിന്നെ കുറച്ചാളുകൾ തടഞ്ഞിട്ട് പറയും, അള്ളാഹു പറയും മോനെ എന്റെ ഏടൊന്ന് നോക്കട്ടെ. അപ്പൊ നോക്കുമ്പോ പറയും, അല്ല മോനെ നിന്റെ 18ാമത്തെ വയസ്സിൽ ഒരു നിസ്കാരത്തിന് എന്തോ കുറവ് സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്ത് പറ്റി? ബോധ്യപ്പെട്ടണ? ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടോ? എന്നാ പറയും, നിന്റെ ഏടിൽ എന്താന്ന് നടന്നെന്ന് ഒരാളും അറിവില്ലേ, അത് നീയും ഞാനും മാത്രം. പൊയ്ക്കോ സ്വർഗത്തേക്ക്. അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. അവരും കഴിഞ്ഞാൽ പിന്നെ ഹിസാബിന് വേണ്ടി അവിടെ രംഗത്തിറക്കുന്നത് മലക്കുകളെ. മലക്കിന്റെ മുമ്പിലെങ്ങാണ്ടും ഒരു മനുഷ്യൻ ഹിസാബിൽ പെട്ടോ, കഴിഞ്ഞ കഥ. അള്ളാന്റെ റസൂല് പറയാൻ, അത് വല്ലാത്തൊരു ഹിസാബ മക്കളെ, വല്ലാത്തൊരു വിചാരണയാണ്. ഒരു നിമിഷം പോലും വിടാതെ എല്ലാ ജീവിതത്തിൽ നിമിഷം തൊലക്കന്ന് തുടങ്ങും, മരിച്ചോട്ടുന്നല്ല, അവിടുന്ന് പ്രായപൂർത്തിയാതി എവിടെയാണോ അവിടുന്ന് തുടങ്ങും. ഓരോ നിമിഷവും നിന്റെ ജീവിതം എങ്ങനെ നീക്കി, നിന്റെ നിസ്കാരം ഇന്ന സമയത്ത് നിസ്കാരം എവിടെ, മറുപടി പറയാതെ അടുത്ത ചോദ്യമില്ല. എന്നാ ചോദ്യം ഇല്ലെങ്കിൽ അവിടെ കയ്യും കെട്ടി നിൽക്കാൻ പറ്റുമോ? ഇല്ല, തലങ്ങുമങ്ങും അടിയാണ്, ഇടിയാണ്. അവിടെ പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. കര കയറൂല മക്കളെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, മലക്കിന്റെ മുമ്പിലെങ്ങാട്ടും ഹിസാബിൽ പെട്ടോ അതെ കഥ കഴിഞ്ഞ്. പിന്നെ അത് വല്ലാത്തൊരു വിചാരണയാണ്. അവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു നൂറോൻ, നിസ്കാരം അത് പ്രഭയാണ്. അതിന്റെ ബാക്കി ഇഷ്ടം പോലെ ഉണ്ട് ഹദീസിന്റെ ബാക്കി, അതൊന്നും ഞാൻ എടുക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവൻ യദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്, വിചാരണയൊന്നും കൂടാതെ അവൻ സ്വർഗലോകത്തേക്ക് നടന്നെടുക്കും. ഇവിടെ നമസ്കരിക്കേണ്ടത് ഈ കുറഞ്ഞ കാലയളവുള്ള ഈ നമ്മുടെ ജീവിതത്തിലെ 60 കൊല്ലം ഒരു മനുഷ്യൻ ജീവിച്ചാൽ 10-15 കൊല്ലം കുട്ടിത്തമാണ് അല്ലേ? അത് മാറ്റിവെച്ചാൽ പിന്നെ 45 കൊല്ലേ ഉള്ളൂ. 60 കൊല്ലം ജീവിച്ചൊരു മനുഷ്യൻ ജീവിതത്തില് ആ 45 കൊല്ലം നാളെ നമ്മൾ കബറിലേക്കാണ് എത്തുമ്പോ, അല്ലാ എന്റെ ജീവിതം കുറച്ചല്ലേനിയോ, ഞാൻ അത് നഷ്ടപ്പെടുത്തില്ല പഠിച്ചോനെ എന്ന് ഇവൻ വിലപിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിക്കണേ, തൊട്ടു മുമ്പുള്ള ഒരു അവസരത്തില് നമുക്ക് വലിയൊരു ഭാഗ്യം കിട്ടാണ്ടെങ്കിൽ നമ്മൾ അശ്രദ്ധവാനായാലും നമ്മൾ കൈ തല വെക്കൂല. അതിന്റെ ഇട ഒരു നിമിഷം കണ്ട് പഴച്ച്, നമുക്ക് ഒരു നിമിഷം കണ്ട് ശ്രദ്ധ പോയി ഒന്ന് അന്തം വിടാതിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് കൈക്കലാക്കായിരുന്നു. മനുഷ്യൻ കബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീരാ നഷ്ടത്തില. അവന്റെ ജീവിതം വളരെ വേദനയാണ്. ഈ കുറഞ്ഞ കാലയളവ് അള്ളാഹു പൊരുത്തപ്പെട്ടതിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ വല്ലാത്ത ബേജാറാണ്. അത് നോക്കി നിങ്ങള്, നിസ്കാരം കൃത്യമായി നിർവഹിച്ചവന് കിട്ടുന്ന 5 നേട്ടങ്ങൾ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ട് പറഞ്ഞു. പിന്നെ പറയുന്നുണ്ട്, വമൻ തഹാബന അനിസ്വലാ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരാള് അയകൊമ്പൻ നിലപാട് സ്വീകരിച്ചാൽ, നിസ്കാരത്തെ നിസ്സാരമാക്കി കളഞ്ഞാൽ, അഖബഹുല്ലാഹു ബിഖംസി അശറ, അള്ളാഹു അവനെ 15 ശിക്ഷകളെ കൊണ്ട് ശിക്ഷിക്കോ. 5 അനുഗ്രഹങ്ങൾ തരുന്നു പറഞ്ഞോടത്തെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അമാന്തം കാണിച്ചാൽ 15 ശിക്ഷകൾ അള്ളാഹുവിനക്ക് കൊടുക്കോ. എന്നിട്ട് എണ്ണി എണ്ണി പറയാം മുത്തനബി, ഫസിത്തത്തും ഫിത്തുന്യാ, 6 ശിക്ഷ അവൻ ദുനിയാവിൽ നിന്ന് കിട്ടും, ഈ ഭൂമി ലോകത്ത് വെച്ച് കിട്ടും 6 ദുരന്തങ്ങൾ. പിന്നെ പറഞ്ഞു വസലാസത്തുൻ ഇൻദൽ മൗത്ത്, ആ 15ൽ നിന്ന് 6 ദുനിയാവിൽ നിന്ന് കിട്ടും, 3 മരിക്കുന്ന സമയത്ത് കിട്ടും. വസലാസത്തുൻ ഫീ ഖബരിഹി, 3 ഖബറിൽ വെച്ചിട്ട് കിട്ടും. വസലാസത്തുൻ ഇൻദ ഖുറൂജിഹി മിനൽ ഖബർ, ബാക്കി 3 ഖബറിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് കിട്ടും. എല്ലായിടത്തും കണക്കാ. നിസ്കാരത്തിന്റെ വിഷയത്തില് ഒരാൾ അശ്രദ്ധ കാണിച്ചോ, ദുനിയാവിന്ന് കിട്ടി തുടങ്ങും. അത് ഖബറിലുണ്ട്. ആ ഖബറിലേക്ക് പോകുന്ന തൊട്ടുമുമ്പ് മരണത്തിലുണ്ട്. ആ ഖബറിൽ നിന്ന് പുനർജന്മം കിട്ടുന്ന സമയത്തുണ്ട്. എല്ലായിടത്തും അവനക്ക് ഒരുപാട് ദുരന്തങ്ങളാണ്.
എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി, എന്റെ മുമ്പിൽ വളരെ കുറഞ്ഞ സമയമുള്ളൂ, ഞാൻ പെട്ടെന്ന് എണ്ണി അങ്ങോട്ട് പോകാൻ. അപ്പൊ അമ്മല്ലവാത്തേക്ക് ദുന്യാവിൽ കിട്ടുന്ന 6 ദുരന്തങ്ങള്. ഒന്നാമതെണ്ണി യുൻസഉൽ ബറകത്തു മിൻ ഉംരി, അവന്റെ ആയുഷിൽ നിന്ന് ബറക്കത്തല്ല ഊരിക്കളയോ. എല്ലാത്തിനും ഒരു പുരോഗതിയുണ്ട്, ഒരു വളർമയുണ്ട്, ഒരു ഉയർച്ചയുണ്ട്, ഒരു ബറക്കത്തുണ്ട്. ആ ബറക്കത്തല്ല നഷ്ടപ്പെടുത്തിക്കളയോ. അള്ളാഹു ഊരിക്കളയും, അവന്റെ ആയുഷിൽ നിന്ന് ബറക്കത്ത് ഊരിക്കളയും. ബറക്കത്ത് നഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട്, ഞാൻ വിശദീകരിക്കല്ല. പിന്നെ പറയുവസ്താനിയത്തു, രണ്ടാമത്തെ ദുരന്തം അവന്റെ മുഖത്തു നിന്ന് സജ്ജനങ്ങളുടെ, നല്ല മനുഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു പ്രഭയുണ്ട്, ഒരു വെളിച്ചമുണ്ട്, ഒരു ഈമാന്റെ പ്രഭയുണ്ട്. അത് അല്ലാഹു നീക്കിക്കളയോ, അത് അല്ലാഹു മായ്ച്ചു കളയോ. അവനെ കാണുമ്പോഴേ അറിയാ ഇവനൊരു താൻ തോന്നിയാണ്, നിസ്കരിക്കാത്ത മനുഷ്യനാണ്. ഇത് ആ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണോ, അക്കണ്ണുകൊണ്ട് നോക്കിയാൽ മനസ്സിലാകും ഇവൻ നിസ്കരിക്കാത്തവനാണ്. അത് സ്വാലിഹീങ്ങളെ കണ്ണുകൊണ്ട് നോക്കിയാൽ മനസ്സിലാകും ഈ മനുഷ്യൻ നിസ്കരിക്കുന്നില്ല. അള്ളാന്റെ റസൂൽ അവന്റെ മുഖത്തു നിന്ന് സജ്ജനങ്ങളുടെ അടയാളത്തെ അള്ളാഹു നീക്കിക്കളയോ. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് അവന് ഏതു കർമ്മം ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹു പ്രതിഫലം നൽകൂല. നിസ്കരിക്കുന്നില്ലേ, അള്ളാഹു 5 പൈസന്റെ ഗുണമൊക്കെ നൽകൂല, അവന്റെ അമലൊന്നും അള്ളാഹ് കബൂലാക്കൂല. അപ്പൊ നോക്കും അതെങ്ങനെ ഇപ്പം അല്ലേ. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഒരു വീട്ടിലൊരു ഉമ്മയുണ്ട്, നമ്മളെ വീട്ടിലൊക്കെ ഉമ്മമാരുണ്ട്. ആ ഉമ്മയുടെ ഒരു മോനുണ്ട്, അല്ലെ ഒരു മോളുണ്ട്. ആ ഉമ്മാക്ക് എല്ലാം ചെയ്തു കൊടുക്കും. ഉമ്മാക്ക് ഭക്ഷണം വേണോ, വിളമ്പി കൊടുക്കും. മരുന്ന് വേണോ, കൊടുക്കും. ഒരു വാർദ്ധക്യമെത്തിയ, ശാരീരികമായിട്ട് വളരെ പ്രയാസപ്പെടുന്ന ഒരു ഉമ്മയാണ്. മരുന്ന് വേണോ, ഇത് കൊടുക്കും. കുളിപ്പിച്ചു കൊടുക്കണോ, കുളിപ്പിച്ചു കൊടുക്കും. ഉമ്മാനെ വസ്ത്രം വെക്കണോ, വസ്ത്രം വെക്കും. ഉമ്മാനെ എങ്ങോട്ടേയും കൊണ്ടുപോകണോ, വളരെ സുന്ദരമായിട്ട് കൊണ്ടുപോകും. എല്ലാം ചെയ്തെടുക്കും. പക്ഷേ ഇടക്കും തലക്കൊക്കെ ഈ ചെങ്ങാതി ഉമ്മാനെ തലമണ്ടൊക്കെ ഇട്ട് 4 അടി അടിക്കും വെറുതെ. അപ്പൊ നിങ്ങൾ എന്താ പറയാ? ഇനി അവൻ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ട് കാര്യമുണ്ടോ? ആ അമ്മക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും പറയുമോ? അതാരെങ്കിലും സ്വീകരിക്കോ? ആ ഇടക്കൊന്നും വെറുതെ തല്ലൊന്നും ഉമ്മാനെ തലമണ്ട കിട്ടും, ഓലക്കെടുത്ത് തല്ലും, താലങ്ങുമ്പോൾ മുമ്പോട്ട് കടി. അവനെ കുറിച്ച് നമ്മൾ എന്താ പറയാ കേട്ടോ? നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരാൾ അമാന്തം കാണിച്ചോ, പിന്നെ എന്ത് നോമ്പ് കാര്യമില്ല, എന്ത് സ്വതക്കൊടുത്തിട്ടും കാര്യമില്ല, എന്ത് പള്ളി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, ഏത് കുട്ടികളെ അനാഥ കുട്ടികൾ കെട്ടിച്ചിട്ടും അള്ളാഹ് സ്വീകരിക്കൂല. മാണ്ടാന്ന് അത് അള്ളാഹ് കബൂലാക്കൂ. നമ്മള് പല ഹദീസും കണ്ടിട്ടില്ലേ, ഓന്റെ ആ സവാബിന് ഈ ആകാശ ലോകത്ത് താഴെ തടയപ്പെടുന്നു, അവിടെ അങ്ങോട്ട് കേറൂല. നിങ്ങളാരും സ്വീകരിക്കോ? ഞാൻ ആ മകന്റെ ആ നേരത്തെ ഉമ്മാനെ അങ്ങനെ തലങ്ങുമ്പോൾ വിട്ടടിച്ചാളെ വേണ്ടാന്ന് ആളെന്തിന് അല്ലേ? അപ്പൊ കണ്ടോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവന്റെ ഒരൊറ്റ അമലും അള്ളാഹു കബൂലാക്കൂല. നാലാമത്തതോ ലാ യുർഫഉ ലഹു ദുആഉ മിനസ് സമ, അവരെന്ത് റബ്ബിനോട് ചോദിച്ചും കാര്യമില്ല, ആകാശ ലോകത്തേക്ക് അത് ഉയരൂല. അപ്പൊ നിങ്ങൾ നല്ല പണം കിട്ടുന്നില്ലല്ലേ? അതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഞാൻ വിശദീകരിക്കും. അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെയൊക്കെ അവസരം കിട്ടുമ്പോൾ ഞാൻ അതൊക്കെ പറയും. ഇവിടെ അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ മുമ്പിൽ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പിന്നെ നോക്കി നിങ്ങൾ, അഞ്ചാമത്തെ കാര്യം ലൈസ ലഹു ഹദ്ദുൻ ഫീ ദുആഇ സ്വാലിഹീൻ, ലോകത്തുള്ള സജ്ജനങ്ങളൊക്കെ ദുആ ചെയ്യും. നമ്മളൊക്കെ ദ്വാരക്കലുണ്ടല്ലേ, നമ്മൾ നല്ലവരാണോ അല്ലൊന്നും നമുക്കൊരു പിടുത്തവുമില്ല. ലോകത്ത് സജ്ജനങ്ങൾ ഉണ്ട് നമുക്ക് ഉറപ്പാണല്ലോ, അവരൊക്കെ ദുആയിൽ നിന്നും ഒരു ഓഹരി പോലും ആ വ്യക്തിക്ക് കിട്ടൂല. അദ്ദേഹം ദ്വാരക്കും പഠിച്ചോനെ ഈ ഭൂമി ലോകത്തുള്ള എല്ലാവർക്കും നീ മാഫത്ത് കൊടുക്കണേ അല്ലാ, എല്ലാവർക്കും നല്ലത് കൊടുക്കണേ അല്ലാ. നമ്മളല്ലേ പഠിച്ചോനെ ഓന്റെ ആ കാറൊന്ന് കിടന്നെങ്കിൽ ഓന്റെ അനുഗ്രഹങ്ങളൊക്കെ തേങ്ങി, നമ്മളല്ലേ അങ്ങനെ പറയുള്ളൂ. സ്വാലിഹീങ്ങൾ എന്താ പറയാ, എല്ലാം ഖൈറിന് വേണ്ടി ദ്വാരക്കാം, എല്ലാം നന്മക്ക് വേണ്ടി ദ്വാരക്കും. അങ്ങനെ ദ്വാരക്കുന്ന ഒറ്റ ഒരു ഓഹരി പോലും നമുക്ക് കിട്ടൂല. ആർക്ക് കിട്ടൂല? നിസ്കാരത്തിന്റെ വിഷയത്തിൽ അമാന്തം കാണിച്ചവന് കിട്ടൂല. ആറാമത്തതോ യുൻസഉൽ ബറകത്തു മിൻ റിസ്ഖിഹി, അവന്റെ റിസ്ഖിൽ നിന്ന് അല്ലാഹു ബറകത്ത് നീക്കം ചെയ്യും. റിസ്ഖ് എന്താ? ഭക്ഷണം എന്ന് മാത്രമല്ല അല്ലേ, ചില ആളുകൾക്ക് നല്ല സമ്പത്തുണ്ടാവും, ഇഷ്ടം പോലെ തിന്നാനുണ്ടാവും. പക്ഷെ ഡോക്ടർക്ക് പോയപ്പോ എന്താ പറഞ്ഞത്, ഒരു ദിവസം ഒരു
കയ്യില് ചോറുന്നാ മതിട്ടോ, ഇറച്ചി തൊടണ്ടട്ടോ. കോഴിയെ സൈഡിൽ കൂടെ വേണ്ട. ബിരിയാണി ആ അടുത്തേക്ക് പോകരുത്, നിങ്ങളെ ശരീരത്തിന് കേടാ. ഇല്ലേ? അങ്ങനത്തെ കുറെ ആൾക്കാരില്ലേ ലോകത്ത്? ഇല്ലേ? ഭക്ഷണത്തിലെ ബറക്കത്ത് പോകട്ടെ. ഭക്ഷണം തന്നെ ഉണ്ടായിട്ട് തിന്നാൻ പറ്റാത്തവരില്ലേ? അത് ഞാൻ നോക്കി നിന്നിട്ട് കൊതി കൂടാന്നല്ലാണ്ട് ഉണ്ട്. ഭക്ഷണം മാത്രമേ റിസ്ക് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതോപാധിയിൽ എന്തൊക്കെയുണ്ട് അവിടെയൊക്കെ നഷ്ടങ്ങളായിരിക്കും. ഒരു ശരീരം അള്ള കൊടുത്തിട്ട് അതെപ്പോഴും അവിടെ ഇവിടെയൊക്കെ പരിക്കും വേദനയും അങ്ങനെ അങ്ങനെ പോകാണ്. ഒരു ആശ്വാസം, ഒരു സമാധാനം, പ്രതിസന്ധികളിലൂടെ തരണം ചെയ്ത് അങ്ങനെ പ്രതിസന്ധി കുമിഞ്ഞു കൂടി ഒന്ന് തരണം ചെയ്യുമ്പോഴേക്കും അടുത്ത തലയ്ക്ക് അത് തരണം ചെയ്യുമ്പോൾ അപ്പോഴേക്കും മൂർധാവത്തെ ഒന്ന് കിട്ടുന്നു. ഇങ്ങനെ ഉണ്ടാവും. ആ 6 കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മുത്തുനബി പറഞ്ഞു മരണസമയത്ത് കിട്ടുന്ന ആ 3 ദുരന്തങ്ങൾ എന്താ? പല്ലൂല അയ്യമൂതലീല. നിസ്കാരത്തിന്റെ വിഷയത്തിൽ അമാന്തം കാണിക്കുന്നവൻ വളരെ നിന്ദ്യനായിട്ട് മരിച്ചു. നമ്മൾ കേൾക്കത്തില്ലേ പലരുടെയും മരണത്തിന്റെ ഗതി? നല്ല മനുഷ്യനെ എത്ര മരിക്കുന്ന സമയത്ത് ആത്മഹത്യ ചെയ്തിട്ടാണ് മരിച്ചത്. ആൾ നല്ലൊരു ചെക്കനെ എത്ര, പക്ഷെ മരിച്ചത് സിനിമക്ക് പോയി കണ്ട് ഇടി ഉണ്ടാക്കി അവിടുന്ന് മരിച്ചതാ. തിയേറ്ററിൽ കൂത്തൊന്ന് മരിച്ചതാ. നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ അവിടെ കിടന്ന് മരിച്ചതാ. വ്യഭിചരിക്കാൻ പോയിടത്തുനിന്ന് കിടന്ന് മരിച്ചതാ. വാർത്ത വായിച്ചില്ലേ നമ്മള്? എല്ലാ മനുഷ്യന്മാരും വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി പള്ളിയിൽ പോയ സമയത്ത് ഒരുത്തൻ വേലിൻ ചാടി പോയി, അവിടുന്ന് കിടന്ന് മരിച്ചു. ഓളും കുടുങ്ങി, അവനും കുടുങ്ങി. യമൂത്തു ദലീല, നിന്നിനായിട്ട് മരിക്കും. അത് പല കോലത്തിലാ. അള്ളാഹു കാക്കട്ടെ. പിന്നെ നോക്കി മുത്തനബി പറയാണ് മരിക്കുന്ന സമയത്ത് വിശന്നു വലഞ്ഞും മരിക്കും. ഒന്ന് ആലോചിക്കുന്ന വിശപ്പിന്റെ ഒരു വേദന. നമുക്ക് റമദാൻ മാസം ഒരു ദിവസം ഭക്ഷണം കിട്ടാതെ അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേനും വിശപ്പിന്റെ വേദന തുടങ്ങുള്ളൂ. 4 ദിവസം ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ആ വിശപ്പിന് എന്തൊരു വേദനയാണ്, എന്തൊരു എരിച്ചിലാണ്, എന്തൊരു പൊരിച്ചിലാണ്. 4 ദിവസം ഒന്നും ഭക്ഷണം കഴിക്കാൻ നോക്കി വരാണ്ട് അറിയും. യമൂത്തു വിശന്നു വലഞ്ഞു മരിക്കും ആ മനുഷ്യൻ. മുത്തുനബി പിന്നെയും പറഞ്ഞു 3ാമത്തെ ദുരന്തം. മുത്തുനബി പറയാണ് യമൂത്തു അത്ശാനൻ ഫലൗ സുഖിയ ബിഹാറു ദുനിയാ മാ റവാ മിൻ അത്ശിഹി. അവൻ വിശന്നു വലഞ്ഞു മരിക്കുമെന്നതിന് പുറമെ ദാഹിച്ചു വലയും. ദാഹിച്ചു വലയുന്ന മനുഷ്യന് വെള്ളം കുടിക്കാൻ കിട്ടിയാലും ദാഹം തീരൂല. ഫലൗ സുഖിയ ബിഹാറു ദുനിയാ, ഈ ദുനിയാവിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ കടലുകളിലെയും സമുദ്രങ്ങളിലെയും വെള്ളം കുടിപ്പിക്കപ്പെട്ടാലും അവന് ദാഹം തീരൂല. വെള്ളം കുടിച്ചാൽ ദാഹം തീരുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അതങ്ങ് നീക്കിക്കളയുന്നാഹു. ദാഹങ്ങ് തീർന്നിട്ടൂല. അള്ളാഹു കാക്കട്ടെ. പിന്നെ പറഞ്ഞു അവൻ മരണപ്പെട്ട് ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന 3 ദുരന്തങ്ങള് ഹബീബായ മുത്തുനബി തങ്ങൾ പറയാണ് അവന്റെ ഖബറ് അവന്റെ വാരിയലുകൾക്ക് ഇടുങ്ങുമാറങ്ങ് കൂട്ടിപ്പിടിക്കും. എത്ര സമയം കഴിഞ്ഞിട്ടാ വിടുക അല്ലാഹു അഅലം. അവൻ നിസ്കാരത്തിന്റെ വിഷയത്തിൽ എത്രയാണോ മന്ദം കാണിച്ചത്, അങ്ങനെ ഖബർ 4 ഭാഗത്തുനിന്നും അവൻ അങ്ങ് പൊതിഞ്ഞു കളയും, ഇടുക്കി കളയും. എല്ലാ എല്ലുകളും അത് പൊട്ടിയിട്ട് നുറുങ്ങിയിട്ട് എന്താകും? അത്രയും ഭീകരമാണ്. ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു 2ാമത്തത് അവന്റെ ഖബറ് കത്തിക്കപ്പെടും. രാവും പകലും തീക്കനലിൽ കിടന്ന് അവൻ എന്ത് പൊരിയണം. നിങ്ങൾ ആലോചിക്കണേ, നമ്മുടെ ദുനിയാവിലുള്ള തീയിൽ നിന്നൊരു തീക്കനൽ നമ്മുടെ കയ്യിലേക്ക് അങ്ങ് പിടിച്ചാൽ ഒരു 10 സെക്കൻഡ് അത് മുറുക്കി പിടിക്കാൻ നമുക്ക് കഴിയോ? ഇല്ലല്ലോ. എത്ര വേദനയാണ്. ആ ഖബറിൽ അങ്ങ് കത്തിക്കൊണ്ടിരിക്കും. നഹാറൻ വലയില, രാവും പകലും കത്തണ ഖബറ്. ആ ഖബറിൽ കടന്ന് ഇലാ യൗമിൽ ഖിയാമ അവൻ വെന്തെരിയണം. അള്ളാഹു കാക്കട്ടെ. പിന്നെ പറഞ്ഞു ആ മൂന്നാമത്തെ ദുരന്തം ഖബറിൽ കിട്ടുന്നത് എല്ലാം പറയാൻ സമയമില്ലാന്ന് മനസ്സിലാക്കുകയാണ്. 3ാമത്തെ ദുരന്തം എന്താണ്? അള്ളാന്റെ റസൂല് പറഞ്ഞു യുസല്ലിത്തു അലൈഹി ഫീ ഖബരിഹി സുഅബാൻ.
അവന്റെ കബറിൽ ഒരു പാമ്പുണ്ട്. അവരുടെ കബറിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അമാന്തം കാണിച്ചവന്റെ കബറിൽ പാമ്പുണ്ട്. എന്താണ് ആ പാമ്പിന്റെ സ്വഭാവം? മുത്തനബി പറഞ്ഞു ഇസ്മുഹു അശ്ശുജാഉൽ അഖ്റ. അപ്പാമ്പിന്റെ പേര് ശുജാഉൽ അഖ്റ എന്നാണ് ആ പാമ്പിന്റെ പേര്. ഐനാഹു മിന്നാർ. അതിന്റെ രണ്ടു കണ്ണിൽ തീനാളം ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കും. വഅദ്ഫാറുഹു മിൻ ഹദീദ്. അതിന് നഖങ്ങളുണ്ട്. ആ നഖങ്ങളൊക്കെ ഇരുമ്പിനാലുള്ള നഖങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു ആ നഖങ്ങൾക്ക് എത്ര എത്ര നീളമാണ്. മസീറത്തു യൗമിൻ വലൈൽ. മസീറത്തു യൗമിൻ, ഒരു ദിവസം ഒരാൾ സഞ്ചരിക്കുമ്പോൾ എത്ര ദൂരമാണോ സഞ്ചരിക്കുക അത്രയും വലിയ നഖമുണ്ട് ആ പാമ്പിന്. എന്നിട്ട് മുത്തനബി പറയുന്നു, പിന്നെയും പറഞ്ഞു യുകല്ലിമുൽ മയ്യിത്ത്. ആ പാമ്പ് ഈ മയ്യത്തിനോട് പറയും, സംസാരിക്കും. എന്താ പറയാന്നറിയോ? വയഖൂലു അന ശുജാഉൽ അഖ്റ. ഞാൻ ശുജാഉൽ അഖ്റ എന്ന പാമ്പാണ്. മുത്തനബി പറയാണ് സൗത്തുഹു മിസല റഅദിൽ ഖാസിഫ്. അതിന്റെ ശബ്ദം ഭീകരമായ ഇടിനാദം മുഴക്കെ ആ ഖബറിൽ കിടന്ന് ഇടിനാദം മുഴക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിക്കുകയാണ്, ഒരു ഒരു നീർക്കോലിയുള്ള ഒരു റൂമിലേക്ക് നമ്മളങ്ങോട്ട് ആക്കിയിട്ട് അതിന്റെ ഡോർ അടച്ചിട്ട് അവിടെ ആക്കിയാൽ നമ്മൾ കിടന്ന് പൊരിയുന്ന ഒരു പൊരിച്ചല് നീർക്കോലി. ഇനി വേണ്ട ഒരു കറുത്തൊരു മൂർക്കം പാമ്പിട്ട് നമ്മളെ റൂമിന്റെ കട്ടിലിന്റെ താഴെ, നമ്മുടെ റൂമിന്റെ വാതിൽ ഒരാൾ പുറത്തേക്ക് അങ്ങോട്ട് പൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് പെടയുന്നൊരു പെടച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. ആ റൂമിന് ഏറ്റവും ചുരുങ്ങിയ ഒരു 10 ഇത്രയെങ്കിലും വിശാലത്തിൽ ഒന്ന് ഓടി വെക്കാം. പറഞ്ഞു കൊടുക്കാം ഓടുക. ആ പാമ്പിന്റെ കോല പറഞ്ഞത് അതിന് വല്ലാത്ത വലുപ്പാണ്. അതിന്റെ കണ്ണിൽ നിന്ന് തീനാളം ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കും. അത് സംസാരിച്ചാൽ ഇടിനാദം മുഴക്കി ശബ്ദം ആ കബറിൽ പ്രകമ്പനം കൊള്ളും. എന്നിട്ട് പറയും, മോനെ നിസ്കാരം സുബഹി നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ളുഹുർ വരെ ഞാൻ നിന്നെ കുത്തും. ളുഹുർ നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ അസർ വരെ ഞാൻ നിന്നെ കുത്തും. അസർ നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ മഗ്‌രിബ് വരെ ഞാൻ നിന്നെ കുത്തും. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഒരു കൊത്തങ്ങോട്ട് കൊത്തിയാൽ, ഒറ്റ കൊത്തങ്ങോട്ട് കൊത്തിയാൽ അള്ളാന്റെ റസൂൽ പറയാൻ അവൻ ഭൂമിയിൽ 70 മുഴം താഴേക്ക് പോകും ഒറ്റ കൊത്തിന്റെ സ്പീഡ് കൊണ്ട്. നിങ്ങൾ ആലോചിക്കേ, നമുക്ക് എന്തേ വേദന വലിക്കുമ്പോൾ നമ്മളൊന്ന് വലിയും അല്ലേ? ഒരു കൊതുകടി കൊണ്ട് നമ്മളൊന്ന് വലിയും. ഇവിടെ ഒരു കൊതുക് കുത്തി നമ്മളൊന്ന് വലിയും അല്ലേ? എന്നതുപോലെ ഈ പാമ്പിന്റെ ഒരു കൊത്തിന്റെ ഊക്കുകൊണ്ട് നമ്മൾ പിന്നോട്ട് വലിഞ്ഞാൽ 70 മുഴം ആ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകും. നീ തിരിച്ചു വരും റബ്ബർ ബന്ദ് കണക്കെ. പിന്നെയും കൊത്തും. അള്ളാഹു കാക്കട്ടെ. ഖബറിലേക്ക് വലിയ ദുരന്തങ്ങളാണ്. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ 8:15 ഈ ലിങ്ക് കട്ടാകും. മിസ്സേ, ഈ ലിങ്ക് വേറെ എവിടേക്കും പോയിണോ? മിസ്സുമാരെ, ഈ ലിങ്ക് വേറെ ഏതെങ്കിലും ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കണ്ടിന്യൂ ചെയ്യാം, ആവശ്യമാണെങ്കിൽ പറയാട്ടോ. ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് ഖബറിൽ കിട്ടുന്ന 3 ദുരന്തം പറഞ്ഞു. ഇനി ഖബറിന്ന് പുറത്തിറങ്ങിയിട്ട് കിട്ടുന്ന ബാക്കി ദുരന്തങ്ങൾ 3 എണ്ണം ഞാൻ ചുരുക്കി അങ്ങോട്ട് പറയാൻ. ഇന്ദൽ ഖുറൂജ് മിനൽ ഖബർ ഫീ മൗഖിഫിൽ ഖിയാമ ഫശിദ്ദത്തുൽ ഹിസാബ്. കഠോരമായ വിചാരണ. ഒരു വീഴ്ചയുണ്ടാകും, ഒരു കൃപയുണ്ടാവില്ല, ഒരു കരുണയുണ്ടാകും. ഫശിദ്ദത്തുൽ ഹിസാബ്, അങ്ങേയറ്റത്തെ വിട്ട് പൊരിക്കുന്ന ഹിസാബ്, വിചാരണയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. വസഖ്തി റബ്ബ്, അള്ളാഹിന്റെ ക്രോധം, അള്ളാഹിന്റെ കരുണയുടെ നോട്ടുണ്ടാകൂല. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് എന്താ? അള്ളാഹു 100 കരുണയെ സൃഷ്ടിച്ചിട്ട് ഒറ്റ കരുണ മാത്രമാണ് ഈ ലോകത്തേക്ക് ഇട്ടത്. ബാക്കി 99 റഹ്മത്തിനെയും കരുണയെയും അള്ളാഹു എടുത്തു വെച്ചേക്ക തന്റെ അടിമകൾക്ക് വേണ്ടിയിട്ട്. നാളെ മഹ്ശറാവൻ സഭയിൽ പോലും അള്ളാഹു കരുണയുടെ നോട്ടം പോലും ആ മനുഷ്യൻ നോക്കൂല. സഖത്തുർ റബ്ബ്, അള്ളാഹിന്റെ ക്രോധം നിസ്കാരത്തിന്റെ വിഷയത്തിൽ അമാന്തം കാണിച്ചു കിട്ടുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വദുഖൂലുൻ നാർ, നരകത്ത് കിടക്കും. ഏതാ നരകോ? ഇതാ നരകോ. ഒരു മനുഷ്യൻ ഒന്നിരിക്കൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഏതാണ് ആ നരകോ? അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, 1000 കൊല്ലം അള്ളാഹു നരകത്തെ കത്തിച്ചു. അങ്ങനെ കത്തിച്ചപ്പോ ആ നരകം ചുവന്നു തുടുത്തു വന്നു. അത്രയും ചുവന്നൊരു വസ്തു ലോകത്ത് മറ്റൊന്നില്ല.
പിന്നെയും ആ നരകത്തെ അള്ളാഹു 1000 കൊല്ലം കത്തിച്ചു. അങ്ങനെ 2000 കൊല്ലം കത്തിച്ചപ്പോ ആ നരകത്തിന്റെ പ്രഭ അതല്ലെങ്കിൽ ആ നരകത്തിന്റെ അവസ്ഥ വെളുത്തു തുടുത്തു വന്നു. അത്രയും വെളുത്തൊരു സാധനം ലോകത്ത് മറ്റൊന്നില്ല. പിന്നെയും അള്ളാഹു 1000 കൊല്ലം കത്തിച്ചു. അങ്ങനെ 3000 കൊല്ലം നരകമങ്ങ് കത്തിച്ചപ്പോ ആ നരകമങ്ങ് ഇരുണ്ടുപോയി. അള്ളാന്റെ റസൂൽ നരകത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ കൈ കണ്ണോട് ചേർത്ത് വെച്ചാൽ പോലും ആ അവന്റെ കൈ കാണില്ല. അത്രയും ഇരുളടഞ്ഞ ഒരു ലോകം. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അടിക്കടി നരകത്തെ കുറിച്ച് പറയുന്നത് തഗയ്യുളം വസഫീറ. എത്രയാണ് നരകത്തെ വർണ്ണിക്കുന്നത്. ആ നരകത്തിന്റെ ശബ്ദം ഒരമ്പക്കമാണ്, വല്ലാത്ത ഭീകരമാണ്. അള്ളാഹുവേ, എത്ര ഭീകരമാണ് ആ നരകത്തിന്റെ ഒരമ്പക്കങ്ങള്. ആളിക്കത്തുന്ന നരകം, അതിന്റെ ആഴമത്രേ. അള്ളാഹു അഅലം. ഒരിക്കൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനത്തിരിക്കുന്ന സമയം സ്വഹാബത്തിന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ഭീകരമായ ശബ്ദം സ്വഹാബത്ത് കേട്ടു. കേട്ട സമയത്ത് പെട്ടെന്ന് സ്തബ്ധരായ സ്വഹാബത്ത് അതിൽ നിന്ന് ബോധം തിരിച്ചെടുത്തിട്ട് നിമിത്തങ്ങളോട് ചോദിച്ചു, നബിയെ, ആ കേട്ട ശബ്ദം എന്താ? സ്വഹാബത്തിനോട് മുത്തുനബി തിരിച്ചു വെച്ചു, നിങ്ങളും കേട്ടോ ആ ശബ്ദം? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ഞങ്ങളും കേട്ടൊരു ശബ്ദം, വല്ലാത്ത ഭീകരമായ ഒരു ശബ്ദം. എന്താ നബി ആ ശബ്ദം? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വർഗം കണ്ട, നരകം കണ്ട, അള്ളാനെ കണ്ട, അർശ് കണ്ട, കുർസി കണ്ട. അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ, 70 കൊല്ലം മുമ്പ് നരകത്തിലേക്ക് ഇട്ട വലിയൊരു പാറക്കഷ്ണം അതിന്റെ താഴെ ചെന്ന് പതിച്ച ശബ്ദമാണ് സ്വഹാബ നിങ്ങൾ ഈ കേട്ടത്. അതിന്റെ ആഴമത്രയാണ്. നിങ്ങൾക്കറിയോ, ദുബൈയിലുള്ള ബുർജ് ദുബൈ അതിന്റെ മുകളിൽ നിന്ന് താഴെ കിട്ടാൻ 6 സെക്കൻഡ് കൊണ്ട് താഴെ. 70 കൊല്ലം മുമ്പിട്ടൊരു കല്ല് ഇപ്പോഴാണ് ആ നരകത്തിന്റെ അടിയിൽ ആവതിച്ചത് എങ്കിൽ അതിന്റെ ആഴമത്രയാണ്, അതിന്റെ അവസ്ഥയെന്താണ്? അതൊന്നും വിശദീകരിക്കാൻ കഴിയില്ല. ഹബീബായ മുത്തുനബിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു ജിബരീൽ പറഞ്ഞു, നരകത്തെ കുറിച്ച് വർണ്ണിച്ചപ്പോ ജിബരീലിനോട് മുത്തുനബി പറഞ്ഞു, ഞാൻ പറയല്ല ജിബരീലെ, കേൾക്കാൻ പറ്റുന്നില്ല ജിബരീലെ, നിർത്ത് ജിബരീലെ. ആരോട്? നരകം നേർക്കുനേരെ കണ്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജിബരീൽ അലൈഹി സ്വലാമിനോട് പറഞ്ഞു, മുത്തുനബിയെ, ആ ജിബരീൽ അത് പറയല്ലേ, അത് കേൾക്കാൻ പറ്റുന്നില്ല. എന്താ വർണ്ണന? അത്രയും ഭീകരമാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും അതിന്റെ വർണ്ണന കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിൽ പോലും അതിന്റെ ചിത്രം അങ്കുരിച്ചിട്ടില്ലാത്ത അത്രയും വിശാലമായ സുന്ദരമായ ലോകമാണ് സ്വർഗലോകം. അള്ളാഹുവേ, നരകത്തിൽ നിന്ന് മോചനം കിട്ടി ഞങ്ങൾ സ്വർഗത്തിൽ കിടക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ആ രക്ഷപ്പെട്ട് നരകത്തിൽ രക്ഷപ്പെട്ട് അള്ളാഹുവെ സ്വർഗലോകത്തെ കണ്ട ഞാൻ നിസ്കാരത്തെ മുറുകെ പിടിച്ച് അതിന്റെ ഷർത്തുകളും അതിന്റെ ഫർദുകളും അതിന്റെ സുന്നത്തുകളും എല്ലാം കൃത്യമായി പാലിച്ചു നിസ്കരിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ആ നിസ്കാരത്തെ കുറിച്ച് ഞങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പലപ്പോഴും മറന്നുപോയിട്ടുണ്ട്. അന്ന് പഠിച്ചത് വളരെ കുറഞ്ഞ പഠനമാണ്. നമുക്ക് ആ നിസ്കാരത്തിന്റെ വിഷയമെങ്കിലും ഒരു വിശ്വാസി അവന്റെ നിസ്കാരത്തിന്റെ വിഷയത്തിലെങ്കിലും കൃത്യമായി അതിന്റെ എല്ലാ ഷർത്തുകളും ഫർദുകളും പാലിച്ച് നിസ്കാരമെങ്കിലും കൃത്യമായി നിർവഹിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഇഷ്ടമുള്ള ജീവിതം നിന്റെ ത്വാഅത്തിനായി ചെലവഴിച്ച് അള്ളാഹുവെ നീ ഇഷ്ടപ്പെടുന്ന സമയം നീ ഇഷ്ടപ്പെട്ട കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. തുടർന്നുള്ള ക്ലാസുകൾ കൃത്യമായി പങ്കെടുത്ത് ആ നിസ്കാരം കണ്ടുപോളം മനസ്സിലാക്കി അത് ഇഷ്ടത്തോടെ ജീവനുള്ള ഒരു നിസ്കാരമായി നിർവഹിക്കാൻ അള്ളാഹുവെ നിന്നെ ഇഷ്ടപ്പെട്ട് നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. السلام عليكم ورحمه الله وبركاته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരം ഒരു സമഗ്ര പഠനം എന്ന ഈ ഒരു പ്രോഗ്രാമിൽ നന്ദി അറിയിക്കുക എന്നുള്ള ഒരു കർത്തവ്യത്തോടെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം
ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മുടെ തസ്നീമിന്റെ ആദ്യത്തെ ക്ലാസ് കൂടെയാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് നിസ്കാരത്തിന്റെ ഗൗരവം എന്നുള്ള ഈ ഒരു വിഷയം നല്ല ലളിതമായ രീതിയിൽ, എന്നാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് മനോഹരമായിട്ട് ക്ലാസ് എടുത്ത് തന്ന സലാം ഉസ്താദിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ തസ്നീം, സിദ്ര, ഹസ്വ കോഴ്സുകളുടെ മാനേജറായ നഫീസത്ത് മിസ്സിനും പിന്നെ എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും, നവാസിൻ, ഇമാദി മാർക്കറ്റിംഗ് ടീം അംഗങ്ങൾക്കും, അതുപോലെ തന്നെ ഈ ലിങ്ക് കിട്ടി ക്ലാസ് റൂം ഇതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കുറെ കൂട്ടുകാരുണ്ട് ഇവിടെ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും തസ്നീം സ്റ്റുഡൻസിനും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് തസ്നീം എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളവരുണ്ടാവും അല്ലേ കുറെ പേര്. ഇതെന്താണ് എന്നറിയാൻ. അപ്പം ഇത് നിസ്കാരത്തിന്റെ കോഴ്സാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിസ്കാരത്തിന്റെ കോഴ്സാണ്. ഇനി നമ്മളൊക്കെ നിസ്കാരം പഠിച്ചിട്ടുള്ളത് മദ്രസന്ന് എക്സാം എഴുതാനും വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സാമിന് പോയി എഴുതിയിട്ടുണ്ട്, അത് അവിടെ അടച്ചു വെച്ച് പോന്നിട്ടുമുണ്ട് അല്ലേ. പിന്നീട് നമുക്ക് അവിടെ കുറെ ഡൗട്ടുകൾ ഉണ്ടാവും. നമ്മളിങ്ങനെ വളരുന്നിടത്തോളം നമ്മൾ അവിടെ മറന്നു പോയിട്ടുണ്ടാവും കുറെ കാര്യങ്ങള്. പിന്നീട് നമുക്കിത് ആരോട് ചോദിക്കും, ഞാനിപ്പോ ഇത് ആരോടെങ്കിലും ചോദിച്ചാൽ അവരെന്താ കരുതാ എന്നൊക്കെ ചിന്തിച്ച് സംശയങ്ങളൊക്കെ മനസ്സിലിട്ട് ഇനി അറിയുന്നത് പോലെ ചെയ്യാം എന്ന് കരുതിയിട്ട് അങ്ങനെ നിസ്കരിച്ച് പോകുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയല്ല, നമ്മുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് നിസ്കാരത്തേക്ക് നല്ല നല്ല രീതിയിൽ നമുക്ക് നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരവസരമാണ് തസ്നീം ഇവിടെ ഒരുക്കുന്നത്. ഇനി തസ്നീമിന്റെ അഡ്മിഷൻ ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എവിടുന്നാണോ ഈ ലിങ്ക് കിട്ടിയിട്ടുള്ളത്, ആരാണോ തന്നിട്ടുള്ളത് അവരോട് ചോദിക്കുക, അവരുമായിട്ട് ബന്ധപ്പെടുക. ഇനി തസ്നീമിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുള്ളവര് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് ഇപ്പം റൈസ് ഹാൻഡ് ചെയ്താൽ എവിടെ മൈക്ക് തരുന്ന കേട്ടോ. അപ്പൊ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. ആർക്കെങ്കിലും ഉണ്ടോ? തസ്നീമിനെ കുറിച്ചിട്ട് ആർക്കും ഡൗട്ട് ഇല്ലേ? ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.